നമസ്കാരം. ന്യൂസ് അറ്റ് ഹൗസിൻ്റെ ടോക്ക് ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രശസ്ത ശാസ്ത്ര പ്രചാരകനും അധ്യാപകനുമായ വൈശാഖൻ തമ്പിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ടോക്ക് ഷോയിലേക്ക്. നമസ്കാരം. ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന ഈ സമയം ഒരു വലിയ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ച് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ കൂടി സംസാരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കഥകൾ പലതും വരുന്നുണ്ട്. ഇപ്പോഴൊക്കെ നമ്മുടെ ആകാംക്ഷ പലതും നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നൊരു മേഖലയാണല്ലോ. യഥാർത്ഥത്തിൽ ഈ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. യഥാർത്ഥത്തിൽ ഈ സ്പേസ് സ്റ്റേഷൻ എന്താണ് സംഭവം? അവിടെ എന്താണ് നടക്കുന്നത്? സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്നതിൽ സ്പേസിലുള്ള ഒരു സ്റ്റേഷനാണ്. അതായത് സാധാരണഗതിയിലുള്ള ഒരു സ്പേസ് ട്രാവൽ നടത്തിയ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ കയറി പോയി തിരിച്ചു വരുന്നതിന് പകരം അത് മാത്രം ചെയ്യാതെ ഒരു ബഹിരാകാശ സഞ്ചാരി കുറച്ച് നാൾ അവിടെ തങ്ങാനുള്ള ഫെസിലിറ്റി അങ്ങനെയാണ് സ്പേസ് സ്റ്റേഷൻസ് വിഭാവനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴാണ് വാർത്തയിൽ ഇത്രയും വിശാലമായി ചർച്ച ചെയ്യപ്പെടുന്നത് എന്നൊഴിച്ചാൽ സ്പേസ് സ്റ്റേഷൻസ് വളരെ കാലമായിട്ട് ഓപ്പറേഷനിലായിട്ടുള്ള സംഗതിയാണ്. അതായത് 70-കൾ മുതലേ നമുക്ക് സ്പേസ് സ്റ്റേഷൻസ് ഉണ്ട്. USSRൻ്റെ പഴയ സാല്യൂട്ട് സീരീസിൽപ്പെട്ട കുറേ സ്പേസ് സ്റ്റേഷനുകളുണ്ടായിരുന്നു. ചെറിയ സ്റ്റേഷനുകളാണ്, ചിലതൊക്കെ ഒബ്സർവേറ്ററി ആയിട്ട് പ്രവർത്തിച്ചവയാണ്. പക്ഷേ അതും സ്പേസ് സ്റ്റേഷനുകൾ തന്നെയാണ് ഇന്നത്തെ അർത്ഥത്തിൽ. അവിടെ പോയി ഇതുപോലെ തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ല, 70-കൾ മുതലേ ഉള്ള സംഗതിയാണ്. പിന്നെ ഇതിനു മുമ്പ് USSRൻ്റെ മിർ എന്ന് പറഞ്ഞൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ തന്നെ സ്കൈലാബ് എന്ന് പറഞ്ഞൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം വളരെ കാലം സക്സസ്ഫുൾ ആയിട്ട് നിന്നതാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര സഹകരണം കൊണ്ടുകൂടി വാർത്തയിൽ ഇടം പിടിച്ച ഒന്നാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. 1998-ലാണത് നമ്മൾ ആദ്യമായി അവിടേക്ക് കൊണ്ടുപോകുന്നത്. ആദ്യമായി എന്ന് പറയാൻ കാരണം ഇതൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പമുള്ളൊരു ഹ്യൂജ് സാറ്റലൈറ്റ് ആണ്. വലിയൊരു ഇത് ഇത്രയും നമുക്ക് ഒരുമിച്ച് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല, അസാധ്യമാണ്. ഇപ്പോൾ അതെങ്ങനെയാണ് അവിടെ ലോഞ്ച് ചെയ്തത്? പിന്നെ അത് മോഡ്യൂളുകളായിട്ട് പീസായി കൊണ്ടുവന്ന് സ്പേസിൽ കൊണ്ട് ചെന്നിട്ട് അസംബിൾ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതിഭീകരമായിട്ടുള്ള സാങ്കേതിക ചലഞ്ചുണ്ട്. 1998 മുതൽ പതിയെ കൂട്ടിച്ചേർത്ത് ഇന്ന് കാണുന്ന വലിപ്പത്തിലേക്ക് അത് വന്നു. എന്നുവെച്ചാൽ ഏതാണ്ട് 24 വർഷമായി അത് ഫുള്ളി ഓപ്പറേഷണലാണ്. ഇനി ഒരു 5-6 കൊല്ലം കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇത് ഒരു സ്പേസ് സ്റ്റേഷനും ആജീവനാന്തം നമുക്ക് അവിടെ നിർത്താൻ പറ്റില്ല. അത് കുറേ കഴിയുമ്പോൾ അതിന് വേറെ ആൻഡ് വരും. നമ്മുടെ ഇവിടെ ഒരു കെട്ടിടം പോലെ നമുക്ക് പെട്ടെന്ന് ഒന്ന് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. കുറേ കാലം കഴിയുമ്പോൾ അത് ഡീകമ്മീഷൻ ചെയ്യും, പുതിയത് വരും. ഇതൊരു തുടർക്കഥയാണ്. ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടിയെന്നും അതിലെ ഓരോ വിശദാംശങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഈ സ്പേസ് സ്റ്റേഷൻ ഇതിപ്പം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ്? രാജ്യങ്ങളുടെ എണ്ണം പറഞ്ഞാൽ അവിടെ ഒരുപാട് വരും. പക്ഷെ അത് പ്രധാനമായിട്ടും 5 ഏജൻസികളാണ്, 5 സ്പേസ് ഏജൻസികളാണ്. ഒന്ന് അമേരിക്കയുടെ നാസ, പിന്നെ റഷ്യയുടെ റോസ്കോസ്മോസ്, പിന്നെ CSA എന്ന് പറയുന്നത് കനേഡിയൻ സ്പേസ് ഏജൻസി, പിന്നെ ESA യൂറോപ്യൻ സ്പേസ് യൂണിയൻ്റെ അവിടെ സ്പേസ് ഏജൻസി, JAXA എന്ന് പറയുന്ന ജപ്പാൻ്റെ സ്പേസ് ഏജൻസി. ഇങ്ങനെ 5 സ്പേസ് ഏജൻസികളുടെ സഹകരണമായിട്ടാണ് ISS അവിടെ ഉള്ളത്. ഈ ഓരോ ഏജൻസിക്ക് അവരുടേതായ മോഡ്യൂളുകളുണ്ട്, അവർക്ക് അവരുടേതായ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത്. അപ്പോൾ ഈ കൂട്ടിച്ചേർക്കൽ ഓരോ രാജ്യത്തിൻ്റെ സംഭാവനയായിട്ട് അവിടെ നിൽക്കും? അതോ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. തുടക്കത്തിലൊക്കെ അത് സഹകരണ രീതിയിൽ കോൺട്രിബ്യൂഷനൊക്കെ രീതി തന്നെയാണ്. പക്ഷേ ചിലതൊക്കെ ചില രാജ്യങ്ങളുടെ മാത്രം മോഡ്യൂളായിട്ട് നിൽക്കുന്നുണ്ട്, കോമൺ ഏരിയകളുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ റഷ്യക്കാരൻ പോയാൽ, റഷ്യയുടെ ആൾ പോയാൽ വേറൊരു സൈഡിൽ നിൽക്കുക? അല്ല. കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ അമേരിക്ക റഷ്യ തമ്മിൽ ഇന്ന് ഇവിടെ ഒരു യുദ്ധം നടന്നാൽ പോലും അതെ അവിടെ അവർ ഒരു ഫുഡായിരിക്കും ഷെയർ ചെയ്യുന്നത്. അവരൊന്നിച്ച ഇപ്പൊ റഷ്യയുടെ വാഹനത്തിലാണ്, സോയൂസിലാണ് പോയിക്കൊണ്ടിരുന്നത് അമേരിക്ക. അതെ, അത് ശരിക്കും നമ്മൾ ഈ അന്താരാഷ്ട്ര സഹകരണം എന്ന് പറയുന്ന വാക്ക് ശരിക്കും പ്രാവർത്തികമാക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അതിൽ വേറൊരു കൗതുകമുള്ളത്, നിങ്ങളൊരു ആസ്ട്രോണോട്ട് ആവണമെങ്കിൽ റഷ്യൻ കൂടെ പഠിക്കണം, അമേരിക്കൻ ആസ്ട്രോണോട്ട് ആണെങ്കിലും. കാരണം ഇത് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു വസ്തുവാണ്. ഇതിന് എപ്പോഴും അമേരിക്കയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മറുവശത്ത് ചെല്ലുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടാവും. ഭൂമിയുടെ മറുവശത്തേക്ക് ഒരിക്കലും നമുക്ക് സിഗ്നൽ അയക്കാൻ പറ്റില്ല. അതായത് നമ്മൾ വയർലെസ് ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ TV സിഗ്നലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് സിഗ്നലിന് ഉപയോഗിക്കുന്നത്. അത് സ്ട്രൈറ്റ് ലൈനിലേ പോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അത് മറുവശത്തേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്തുള്ളൊരു രാജ്യമാണ് എപ്പോഴും സഹായിക്കുക. അപ്പം നാസയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതേസമയം മറ്റൊരു സമയത്ത് റഷ്യനായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് ഇന്റർനാഷണൽ സഹകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും നാസയുടെ കാര്യം അറിയുന്നുള്ളൂ. നമ്മൾ ഈ പലപ്പോഴും നമ്മൾ സ്പേസിലേക്ക് മത്സരങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോൾ സംസാരിക്കുമല്ലോ. ഇപ്പോൾ ഇസ്രോയുടെ ഒരു ദൗത്യം വരുമ്പോൾ നമ്മൾ നാസയെ വെല്ലുവിളിക്കുന്നു. ഇതൊക്കെ ശരിക്കും ഈ പൊതുജനങ്ങളിലേക്ക് വരുന്നതാണ്. അതായത്
ഇപ്പം നാസയുടെ ഒരു ദൗത്യമായാലും ഇന്ത്യയുടെ ഒരു ദൗത്യമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാതെ നടക്കില്ല. ഇപ്പം നമ്മളൊരു സാറ്റലൈറ്റ്, നമ്മളൊരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നു. ഈ റോക്കറ്റ് ഇങ്ങനെ കറങ്ങിയായിരിക്കും ചിലപ്പോൾ ഓർബിറ്റിലെത്തുന്നത്. ഇത് മറുവശത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ വേറൊരു രാജ്യത്തിൻ്റെ ട്രാൻസ്മിറ്റർ ഉപയോഗിച്ച് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ ഡിഷ് ഒരു കപ്പലിൽ കയറ്റി കടലിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുപോകണം. അത് ആ രാജ്യത്തിൻ്റെ സഹകരണം അല്ല, അവരുടെ കടൽ തീരത്ത് കൊണ്ടുവെക്കാൻ പറ്റില്ല, അവരുടെ കടൽ ഏരിയയിൽ കൊണ്ടുവെക്കാൻ പറ്റില്ല. ഇതിനകത്ത് സഹകരണം ഇല്ലാതെ നമുക്ക് സ്പേസിനകത്ത് അതിർത്തിയില്ല. അത് എല്ലാവരുടെയും നമ്മുടെ പല ട്രീറ്റുകളും അങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അവിടെ നമുക്ക് ബൗണ്ടറികളില്ല. അത് ഭൂമിയിൽ കൂടി വന്നാൽ മതി, അതുകൂടെ വന്നാൽ മതി. അപ്പോൾ ഈ ISSന്റെ കാര്യം അങ്ങനെ. അത് കൂടാതെ മറ്റ് ഏത് രാജ്യത്തിൻ്റെ ഉള്ളത് അവിടെ? ഇപ്പം നിലവിൽ ചൈനയുടെ ഒരു ടിയാങ്കോങ് 1 എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് സ്റ്റേഷൻ അവിടെ ഉണ്ട്. അത് പുതിയതാണ്, കാരണം 2022 എൻ്റെ ഓർമ്മ ശരിയാണ്, 2022 അത് ഓപ്പറേഷനിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട്, പക്ഷെ അത് ISSന്റെ കാര്യം ചെറുതാണ്, ഒരു 3-1 4 വലിപ്പം മാത്രം വരുന്നത് ചെറുതാണ്. ഒരു സമയം 2-3 പേർക്ക്, ISSനകത്തൊരു 7 പേർക്ക് വരെ 6-7 പേർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റും ഒരേ സമയം. അത് മറ്റേ കുറച്ചുകൂടെ ചെറുതാണ്, പക്ഷെ അവരുടെ കുറച്ചുകൂടെ മോഡേൺ ആണെന്നുള്ളത് കൊണ്ട് അവർ കുറേ കാലം കൂടി അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ISS ശരിക്കും ഓൾറെഡി അതിൻ്റെ വെയർ ആൻഡ് ടയർ തുടങ്ങിക്കഴിഞ്ഞു. 24 വർഷം എന്ന് പറഞ്ഞാൽ സ്പേസിൽ വലിയ കാലയളവാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ അത് അത് അഴിച്ചിങ്ങോട്ട് കൊണ്ട് ഡീകമ്മീഷൻ ചെയ്ത് കടലിലേക്ക് കൊണ്ട് മുക്കാനാണ് ചെയ്യുന്നത്. അത് സംഭവിക്കും. കാരണം നമ്മൾ സ്പേസ് ഇത്തരം വലിയ വസ്തുക്കൾ സ്പേസിലേക്ക് അയക്കുമ്പോൾ തന്നെ ഇതെങ്ങനെ താഴെ എത്തിക്കണം എന്നുകൂടി പ്ലാൻ ചെയ്താണ് പോവുക. ഇത് ആ പ്ലാനിങ് പ്രോപ്പർലി ചെയ്യാത്തതിൻ്റെ പേരിൽ പണ്ട് നാസ ഒരുപാട് വിമർശനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നേരിട്ടുണ്ട്. അവരുടെ സ്കൈലാബ് എന്ന് പറയുന്ന ഒരു മിഷൻ, അതെങ്ങനെ അവർ വിളിക്കും, ഈ ഓർബിറ്റിലിരിക്കുന്ന സാധനത്തെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ഡീ ഓർബിറ്റിംഗ് എന്നാണ് വിളിക്കുക. ഓർബിറ്റിൽ നിന്നും മാറ്റുക എന്ന് പറയും. അതിനവർക്കൊരു പ്രോപ്പർ പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് അവരുടെ കയ്യിൽ നിന്നും നീങ്ങാൻ തുടങ്ങി. അപ്പം ഭൂമിയിൽ എവിടെ നിന്ന് ഇടിച്ചിറങ്ങുന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മനുഷ്യവാസം അന്ന് ആ സമയം ശരിക്കും എൻ്റെ അറിവ് ശരി 71 ആ സമയത്താണ്. അന്ന് ഈവൻ കേരള പോലീസിന് വരെ എമർജൻസിയുടെ ന്യൂസ് കൊടുത്തിരുന്നു, സൂക്ഷിച്ചോണം. പക്ഷെ അത് അന്ന് വന്ന് വീണത് ഓസ്ട്രേലിയയിൽ അധികം ആൾതാമസമില്ലാത്ത ഒരു സ്ഥലത്താണ്. കരയിൽ തന്നെയാണ്. ഒരു പശു ചത്തു, അങ്ങനെ വേറെ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ഭാഗ്യം മാത്രമാണ്. അന്ന് നാസ ഒരുപാട് ആളുകൾ അന്താരാഷ്ട്ര തലത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് കൃത്യമായ ഡിയോർബിറ്റിംഗ് പ്ലാനോട് കൂടിയാണ് സ്പേസിലേക്ക് പോകുന്നത്. നമ്മൾ സ്പേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഈ ഇപ്പോൾ വരുന്ന വാർത്തകളും അതിനോടുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതിനെക്കുറിച്ച് ധാരണ തീരെ നമ്മുടെ സാധാരണക്കാർക്കിടയിൽ എത്തിയിട്ടില്ല എന്നുള്ളതല്ല. സാധാരണക്കാർ ഉദ്ദേശിക്കുന്നത് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഇത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്, എന്തോരം ആലോചനകളുടെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി പബ്ലിസിറ്റിയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇത് ഇപ്പം ഇങ്ങനെ അവർ വന്നു, സുനിത വില്യംസും ബുച്ച് വിൽമറും അടങ്ങിയ സംഘം വന്നു. അപ്പം നമ്മളെ ഈ ഒരു ഹോളിവുഡ് സിനിമയൊക്കെ കാണുന്ന പോലെയാണ് ഞാനിത് കണ്ടത്. അമ്മാതിരി വിഷ്വലൊക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ കാണിച്ചത്. അത് കടലിലേക്കാണ് വീണത്, കാലങ്ങളായിട്ട് കടലിലാണ് വീഴുന്നത്. നേരെ മറിച്ച് അല്ലാത്തിപ്പം അമേരിക്ക തന്നെ അല്ലാതെയും പരീക്ഷിച്ചിട്ടുണ്ടല്ലോ, അതിന് മുന്നേ ഉള്ള ഫ്ലൈറ്റ് അവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കടലിലേക്ക് വീഴുന്ന നിലയിൽ പോകുന്നത്? ഇപ്പോൾ ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ തന്നെ കരയിലാണ് വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് പരീക്ഷിക്കാത്തത്? അല്ല, ഇത് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ കസാക്കിസ്ഥാനിൽ ഇതിന് പറ്റിയൊരു സ്ഥലമുണ്ട്. അത് പക്ഷേ നമ്മുടെ സാധാരണ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് പോലെ റൺവേയിൽ ഇറങ്ങിയാണ് അത് ലാൻഡ് ചെയ്യിക്കുക. പക്ഷെ കടലിൽ ഇറങ്ങുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. കാരണം ഈ അത് ടെക്നോളജിക്കലി അത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ആകെ പ്രശ്നം പറഞ്ഞാൽ ഇതിന് റിക്കവർ ചെയ്യാന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. ഇച്ചിരി മാറിപ്പോയാൽ, കുറച്ച് ദൂരെയൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ അവരെ കണ്ടെത്താൻ ഇത് അവർ വീണ് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടേ എന്തായാലും ഇവരെ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ അത് സേഫായിട്ട് അവിടെ കഴിയാൻ പറ്റണം. അങ്ങനെയൊക്കെയുള്ള കുറേ പരിഗണന അതിനകത്തുണ്ട്. പിന്നെ അതിനകത്ത് തീർച്ചയായിട്ടും വേറെ ഡിസൈൻ പരം ഈ ശരിക്കും നമ്മുടെ ബഹിരാകാശത്തിലേക്ക് മനുഷ്യരെ അയക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് റീ എൻട്രി ആണ്, തിരിച്ചു വരവാണ്. കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ വലിവിനെ കൗണ്ടറാക്ട് ചെയ്ത് അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. അത് പതിയെ പോയാൽ നമുക്ക് സാധിക്കാൻ പറ്റും, നമ്മൾ കൺട്രോൾഡ് അസെൻ്റാണ്. പക്ഷേ ഈ ഡിസെൻറ്റും താഴേക്ക് വരുന്ന സമയത്ത് ഭൂമി ഇതിനെങ്ങ് വലിച്ചോണ്ടിരിക്കുക, ഇതിനെ റെസിസ്റ്റ് ചെയ്യുക ചെയ്യുക. അപ്പോൾ മനുഷ്യൻ അറ്റൈൻ ചെയ്യുന്ന ഏറ്റവും വലിയ സ്പീഡുകളെല്ലാം ഈ റീ എൻട്രി സമയത്താണ്. 10,000 km/h സ്പീഡിലായിരിക്കും വരുന്നത്. ഇത് ഭൂമിയിലേക്ക് ഒന്ന് ഇടിച്ച് ഇറങ്ങുമ്പോൾ, ഈ ഇറങ്ങാൻ മീൻസ് അന്തരീക്ഷത്തിലേക്ക് കിടക്കുമ്പോൾ അന്തരീക്ഷമായിട്ട് എയർ റെസിസ്റ്റൻസ് വരും. പിന്നെ അഡയബാറ്റിക് ഹീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് പ്രതിഭാസങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതിൻ്റെ സർഫസ് അങ്ങ് ചുട്ടു പഴുകും. അപ്പോൾ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ടൈൽസ് ഉണ്ട്. അങ്ങനെ ഒരു ടൈലിൻ്റെ ഒരു അപകടം പറ്റിയതാണ് നമ്മുടെ കൽപ്പന ചാവള ഉൾപ്പെടെയുള്ള ടീമിന്, കൊളംബിയ ദൗത്യത്തിന് ആ വലിയ ദുർഗതി വരുന്നത്. അപ്പോൾ ഇത് ചുട്ട് പഴുക്കുമ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷത്തിൻ്റെ ഭാഗം അയണൈസ്ഡ് ആവും. അയണൈസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ അത് ചാർജ്ഡ് ആവും.
ആ അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്കോ വെളിയിൽ നിന്ന് അതിനകത്തേക്കോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് സിഗ്നൽസിന് പോകാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഒരു 4-5 മിനിറ്റ് എങ്കിലും ഇവിടെ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ എത്തില്ല. ഓ ഓ അപ്പോൾ ആ സമയത്ത് അതിനകത്തിരിക്കുന്നവർക്ക് ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ഡിസേർട്ടഡ് ആണ്. അതിനകത്തിരിക്കുന്ന സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് വന്ന് ഭൂമിയുടെ അടുത്തെത്തുമ്പോൾ ഒരു പ്രത്യേക ഹൈറ്റിൽ ആദ്യത്തെ സ്റ്റെപ്പ് പാരഷൂട്ടുകൾ ഓപ്പൺ ആവും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് മേജർ പാരഷൂട്ട് ഓപ്പൺ ആവും. എന്നിട്ട് പതിയെ വന്ന് ഭൂമിയിലേക്ക് ഇറക്കണം. ഈ വന്നിറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇവർ വെയ്റ്റ്ലെസ്നെസ്സിൽ നിന്നാണ് അവിടെ നിന്ന് വരുന്നത്. പറഞ്ഞാൽ അവർക്ക് വെയിറ്റേ ഇല്ല ആ സമയത്ത്. ഈ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഭൂമിയിൽ അവരുടെ സാധാരണ വെയിറ്റിൻ്റെ ഒരു 4-5 മടങ്ങ് വെയിറ്റ് അവർക്ക് അനുഭവപ്പെടും ഈ താഴേക്ക് വരുന്ന ആക്സിലറേഷൻ കാരണം. ഈ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ആളുകൾക്കും അത്രയും ട്രെയിനിങ് ഉള്ള ആളുകൾക്കും മാത്രമേ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ശരിക്കും ഈ കുട്ടികളൊക്കെ ബഹിരാകാശ സഞ്ചാരികളെ കാണുന്നത് ഭയങ്കര ഗ്ലാമറസ് ആയിട്ടൊരു ജോലിയാണ്. അത് ഗ്ലാമർ അല്ല, അത് ശരിക്കും അതിഭീകരമായിട്ടുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു ജോലിയാണ്. അപ്പോൾ ഈ പാരച്യൂട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ലൈവായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല അല്ലേ? ഇവിടുന്നല്ല അല്ല, അത് ഓരോ സ്റ്റേജിൽ ഓപ്പറേഷൻ എന്നാൽ ഇതിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടറൈസ്ഡ് ഇപ്പോൾ ഉണ്ട്. എപ്പോൾ ഏത് സെക്കൻഡിൽ ഓപ്പറേറ്റ് ആകണം, വെളിയിലുള്ള കണ്ടീഷൻസ് നോക്കുക. ഈ ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ടല്ലോ. അതായത് അത്ര വലിയ കാര്യമൊന്നും അല്ല എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഈ റോക്കറ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ശരിയായാലേ മിഷൻ ശരിയായിട്ട് നടക്കും. ഇത് നമ്മൾ ഇപ്പോൾ സ്പേസിലെ ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് ഇപ്പോൾ പല ആളും പറയുന്ന ഒരു കാര്യമാണ്, എന്തിനാ ഇത്രയും പൈസ ഇട്ട് ഇങ്ങോട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ സ്പേസിൽ നമ്മൾ നടക്കുന്ന ഗവേഷണങ്ങൾ അത് സാധാരണ മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ബാധിക്കുന്നത്? ഒന്ന്, സ്പേസിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫലം. നമ്മളിപ്പോൾ ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടെത്താൻ നമ്മൾ ചിലവാക്കുന്ന പണവും അധ്വാനവും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് ആ രോഗത്തിൻ്റെ ചികിത്സയായിട്ട് സ്പേസിൽ അത് പറ്റില്ല. സ്പേസിൻ്റെ ഇംപ്ലിക്കേഷൻസ് വരുന്ന മറ്റ് പല രീതിയിലുമാണ്. ഒന്ന്, നമുക്ക് പല പുതിയ ഫണ്ടമെൻ്റൽ സയൻസിലെ പല അറിവുകളും ഉണ്ടാകുന്നത് അവിടെ നടക്കുന്ന റിസർച്ചുകളുടെ ഔട്ട്പുട്ടായിട്ടാണ്. പിന്നെ മനുഷ്യരൊരിക്കലും ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പോകുന്ന ഒരു സ്പീഷീസ് ആകാതിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് മാറണമെന്ന് തോന്നിയാൽ അപ്പം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതല്ലേ സാങ്കേതികവിദ്യകൾ. സാങ്കേതികവിദ്യകൾ എപ്പോഴും ഫ്രം ദ സ്ക്രാച്ച് പതിയെ വരണം. പിന്നെ സ്പേസിലേക്ക് ഈ നമ്മുടെ ആ സ്പേസ് റേസ് എന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. ഈ കോൾഡ് വാർ നടക്കുന്ന സമയത്ത് അമേരിക്കയും റഷ്യയും കൂടെ ഒരുമിച്ച് ചേർന്നാണ് സെക്കൻഡ് വേൾഡ് വാർ ജയിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലായി മത്സരം. അപ്പോൾ ആ മത്സരത്തിൽ ഇവരെങ്ങനെയാണ് ഈ മുൻകൈ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ കണ്ടെത്തിയ സ്ഥലം സ്പേസാണ്, സ്പേസ് റേസ്. ആ സ്പേസ് റേസിൻ്റെ മനുഷ്യരാശിക്ക് ചെയ്ത ഗുണം ചെറുതൊന്നുമല്ല ആ മത്സരം. അതൊരു ആരോഗ്യകരമായ മത്സരമാണ്, സമാധാനപരമായിട്ടുള്ള മത്സരമാണ്. ആ മത്സരത്തിൻ്റെ പേരിലാണ് ശരിക്കും മനുഷ്യൻ ചന്ദ്രനിൽ പോലും പോകുന്നത്. അന്നത്തെ ആ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ നമ്മൾ ഈ ആദ്യത്തെ ബഹിരാകാശ സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന കൃത്രിമ ഉപഗ്രഹം, അത് സ്പട്നിക് വിക്ഷേപിക്കുന്നത് USSR ആണ്. അപ്പോൾ അത് ഒരു ബോളിൻ്റെ വലിപ്പമുള്ളൊരു വസ്തുവാണ്. അത് സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നത് ഭൂമിയെ ചുറ്റുന്നു എന്നുള്ളതുകൊണ്ട് അതിൽ നിന്നുള്ള സിഗ്നൽ ഭൂമിയിൽ റിസീവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് അമേരിക്കയുടെ മുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ റേഡിയോയിൽ ഈ സിഗ്നൽ കിട്ടും, ആ ബീപ് ബീപ് സൗണ്ട്. അപ്പോൾ അന്ന് അമേരിക്കയുടെ മൊത്തം പൊതുജനങ്ങളുടെ ഇടയിൽ പോലും ഒരു പരിഭ്രാന്തി ഉണ്ടായി. എന്താണ് അവിടെ നിന്ന് അറിയത്തില്ല, സിഗ്നൽ കിട്ടുന്നു. അപ്പോൾ അതിനെ വിളിക്കുന്നത് സ്പട്നിക് ക്രൈസിസ് എന്നാണ്. അപ്പോൾ അത് അമേരിക്കയുടെ ഒരു ദേശീയ വികാരത്തെ ഭയങ്കരമായിട്ട് പരിക്കേൽപ്പിച്ചൊരു സംഭവമാണ്. അവർ പിന്നെ കടുത്ത മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി, ആദ്യത്തെ വനിതാ സഞ്ചാരി, ആദ്യത്തെ ജീവി, ഇങ്ങനെയുള്ള എല്ലാ മൈൽ സ്റ്റോൺസും USSR ആണ് ജയിക്കുന്നത്. അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് മുമ്പിൽ മറ്റ് മാർഗങ്ങളിൽ ചന്ദ്രനിലെങ്കിലും ഇറങ്ങിയേ പറ്റൂ. അങ്ങനെയാണ് ആ പ്രഖ്യാപനവും പിന്നെ ആ ദൗത്യങ്ങൾ. അതിനുശേഷം ആ പ്രഷറൊക്കെ മാറിയപ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറി. പക്ഷേ അതിൻ്റെ സമയത്താണ് നമ്മൾ റോക്കറ്ററിയിൽ ഇത്രയും മുന്നേറുന്നത്, കമ്മ്യൂണിക്കേഷനിൽ ഇത്രയും മുന്നേറുന്നത്, ഇലക്ട്രോണിക്സിൽ നമ്മൾ ഇത്രയും മുന്നേറുന്നത്. ഇപ്പോൾ ഈ അപ്പോളോ എന്ന് പറയുന്ന മിഷൻ, മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച ആ മിഷൻ, അതിലുള്ള ഉപയോഗിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുമെങ്കിലും നമ്മൾ ഇന്ന് വിളിക്കുന്ന കമ്പ്യൂട്ടർ പോലെ അല്ല. ആ കമ്പ്യൂട്ടറിനേക്കാൾ 10 മടങ്ങ് കമ്പ്യൂട്ടിംഗ് പവർ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് എറേസ് കളഞ്ഞിട്ട് അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോളോയിലെ സോഫ്റ്റ്വെയറിന് ഒരു കംപ്ലൈൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ മുഴുവൻ ഹാർഡ്വെയറും പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ ഹാർഡ്വെയർ ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്ത് ഫിറ്റ് ചെയ്യണം. അതാണ് അന്നത്തെ ഇലക്ട്രോണിക്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ നമ്മൾ ഇന്ന് വിളിക്കുന്നത് IC ചിപ്പുകൾ.
അപ്പോളോ മിഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ്. ശരി. അതായത് അവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഡെയിലി ലൈഫിൽ കാണാത്ത തരം വളരെ വിചിത്രമെന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ എക്സോട്ടിക് എന്ന് വിളിക്കാവുന്ന സാഹചര്യങ്ങളാണ് നമ്മളവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ആ സാഹചര്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന റിസർച്ചസ് മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ഭയങ്കര മാറ്റും. അല്ലാതെ നമുക്ക് ഈ സാഹചര്യങ്ങൾ കിട്ടില്ല, നമുക്ക് ഈ ക്യൂരിയോസിറ്റി കൊണ്ട് പഠിക്കാം. അപ്പോൾ സ്പേസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റുകൾ, ഇപ്പോൾ ഈ വരൾച്ച ബാധിച്ച സ്ഥലങ്ങളിൽ കൃഷി എങ്ങനെ സാധ്യമാക്കാം, അതിന് ഇന്ന് ടെക്നോളജിക്കലി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ കൃഷിയുടെ നമ്മുടെ ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ, അതുപോലെ ചെടികളെ എങ്ങനെ ഇറിഗേറ്റ് ചെയ്യാം, ഇങ്ങനെ. അതാണ് ഈ സുനിത വില്യംസ് തിരിച്ചു വന്നതിന് ശേഷം ഇവരുടെ വാർത്തകൾക്കിടയിൽ കണ്ടത്. അവിടെ കൃഷി നടക്കുന്നുണ്ട്, അവിടെ കൃഷിയുണ്ട്, അവിടെ ലെറ്റ്യൂസ് അങ്ങനെ. അപ്പൊ അതിന് വേണ്ടുന്ന ഇതെല്ലാം അത് അവിടെ നിർത്തി വെള്ളം എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഏത് ലൈറ്റ് കൊടുക്കണം, അവിടെ നാച്ചുറൽ ലൈറ്റ് ഇങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഈ ചെടി എങ്ങനെയാണ് വളരുന്നത്, ഇതിന്റെ വേരുകൾ എങ്ങനെയാണ് വളരുന്നത്. ഈ ചെടിക്ക് നമുക്കറിയാമല്ലോ, നമ്മൾ സ്കൂളിൽ ബയോളജി ക്ലാസ്സിൽ പഠിക്കുന്ന ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം എന്നൊക്കെ പറയുന്ന ചലനങ്ങളുണ്ട് ചെടിയുടെ വളർച്ചയിൽ. അതിന്റെ വേര് എപ്പോഴും ഗ്രാവിറ്റിയുടെ നേരെയാണ് പോവുക. ഇലകൾ എപ്പോഴും വളരുന്നത് അല്ലെങ്കിൽ ചെടിയുടെ തണ്ട് വളരുന്നത് എപ്പോഴും സൂര്യപ്രകാശത്തിന് നേരെയാണ്. ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ് സ്പേസ് സ്റ്റേഷനകത്ത്. അവിടെ എങ്ങനെയാണ് ഇത് വളരുന്നത്? ഇതൊക്കെ നമ്മളെ അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ പ്രകൃതിയെ കുറിച്ചുള്ള പഠനമല്ലോ അടിസ്ഥാന ശാസ്ത്രം. അതിന്റെ ഭാഗമാണ് ഇതെല്ലാം. അതിനെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നതിൽ. അപ്പൊ ഇതൊരു ഒരാൾ അവിടെ നിന്ന് അടുത്ത ആൾ പോകുമ്പോൾ അയാളായിട്ടല്ല പോകുന്നതല്ലേ, അവിടെ ഒരു തുടർച്ചയാണല്ലേ, ഒരു ഒരുമിച്ച് മാറുകയല്ലേ. അവർക്ക് ഡ്യൂട്ടി ഉണ്ടല്ലേ അവിടെ. ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഭയങ്കര നമ്മളെ ഉള്ളിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ നമ്മൾ സ്പേസ് ക്രാഫ്റ്റിലേക്ക് അല്ലെങ്കിൽ സ്പേസ് ജേണി എന്ന് പറയുന്നത് ബഹിരാകാശ യാത്രയിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇതിലേക്ക് കയറി വരുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രീവിയസ് ഹിസ്റ്ററി ഒരു പൈലറ്റുമാരാണ്. പൈലറ്റുമാരെന്ന് പറയുന്നത് ടെസ്റ്റ് പൈലറ്റ് എന്ന് വിളിക്കുക, സാധാരണ പൈലറ്റുമാരും അല്ല. ഈ സാധാരണ പൈലറ്റുമാരിൽ കൂടിയ വിഭാഗം ആൾക്കാരാണ് ഫൈറ്റർ പൈലറ്റുമാരാണ്. അതായത് ഫൈറ്റർ പ്ലെയിൻ പറത്ത സാധാരണ കൊമേഴ്ഷ്യൽ പ്ലെയിൻ പറത്തുന്നവരല്ല. ഭയങ്കര ചലഞ്ചസ് കൂടുതലാണ്. ഈ ടെസ്റ്റ് പൈലറ്റ്സ് അതിലും ചലഞ്ചിങ് ആണ്. അത് ഏത് എയർക്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ എയർക്രാഫ്റ്റ് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ മാക്സിമം ആണ് ഇവർ ചെയ്യുന്നത്. എത്ര സ്പീഡിൽ പോകാൻ പറ്റുമോ അതിന്റെ മാക്സിമം. അപ്പോൾ ജീവൻ വെച്ചുള്ള കളിയാണ്. ഈ ടെസ്റ്റ് പൈലറ്റിന്റെയും പ്രൊമോഷനാണ് സ്പേസ്. ഈ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധാരണ നമ്മുടെ കൊമേഴ്ഷ്യൽ എയർ പ്ലെയിനിൽ പോലും നമ്മൾ രണ്ട് പൈലറ്റുമാരെ കാണും. രണ്ടുപേരും ഒരേ സ്റ്റാറ്റസ് ഉള്ളവരല്ല. ഒരാളെ ക്യാപ്റ്റൻ എന്നും വേറൊരാളെ ഫസ്റ്റ് ഓഫീസർ എന്നാണ് വിളിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരേ ഫുഡല്ല കഴിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഫുഡ് പോയ്സൺ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിട്ടും. ഞാനിതൊരു കൗതുകം തോന്നുന്ന രീതിയിൽ ഈ എക്സാമ്പിൾ പറഞ്ഞത് ഇതിൻ്റെ ഒരു 100 മടങ്ങ് സ്ട്രിക്റ്റ് ആണ് സ്പേസിലേക്ക് പോകുമ്പോൾ. റോളുകളുണ്ട്. ഒരാൾ കമാൻഡർ ആയിരിക്കും, വേറൊരാൾ പൈലറ്റ് ആയിരിക്കും, വേറൊരാൾ മെഡിക്കൽ ഓഫീസർ ആയിരിക്കും, വേറൊരാൾ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ EVA സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. ഓരോ തരം. ഇപ്പോൾ നമ്മൾ ചന്ദ്രനിൽ ബസ് ആൾഡ്രിനും അല്ലെങ്കിൽ എഡ്വിൻ ആൾഡ്രിനും നീൽ ആംസ്ട്രോങ് കൂടെയാണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയെന്ന് പറയാം. അപ്പം നമുക്ക് ചോദിക്കാമല്ലോ, അവിടെ ചെന്ന് ഇവർ ചന്ദ്രനിൽ ഇറങ്ങി ഈ സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങണമല്ലോ, ലാൻഡറിൽ നിന്നും. ഇപ്പം ആൾഡ്രിനും ഉണ്ട്, നീൽ ആംസ്ട്രോങ്ങും ഉണ്ട്. ഇവരിൽ ഇനി വെളിയിലോട്ട് കാര്യം വെക്കുന്ന ആരാന്നുള്ളതാണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ. ആൽഡറിന്റെ പേര് കേൾക്കുന്നതിന്റെ പല മടങ്ങ് തവണ ആംസ്ട്രോങ്ങിന്റെ പേര് കേൾക്കണം. അപ്പൊ ആൽഡറിന് വിചാരിക്കാമല്ലോ ഞാൻ ആദ്യം ഇറങ്ങാം. സാധിക്കുമോ? സാധിക്കില്ല. റോള് കൃത്യമായിട്ട് ഡിഫൈൻഡ് ആണ്. പിന്നെ അവിടെ കോളിങ്സ് അവിടെ ഉണ്ടല്ലോ, ഏതായാലും ഞാൻ വന്നില്ല എന്നാൽ ഞാനും കൂടി അങ്ങനെ പറ്റില്ല. അതായത് ഒരു രീതിയിലുമുള്ള കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. റോള് കൃത്യമായി അസൈൻ ചെയ്തായിരിക്കും. അവരുടെ ട്രെയിനിങ് അതിനായിരിക്കും. എല്ലാ കാര്യത്തിലും ട്രെയിൻഡ് ആണെങ്കിലും അവരുടെ ജോബ് ഇന്ന ആളില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് മറ്റേ ആളുടെ റോൾ. അപ്പോൾ അവിടെ ആകെ അവർ അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയത് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തതിനു ശേഷം അവർക്ക് 2 മണിക്കൂർ വിശ്രമം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ചന്ദ്രനിലോട്ട് ഇറങ്ങിയാൽ മതി. പക്ഷെ അവർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തില്ല. കുറച്ച് നേരത്തെ ചന്ദ്രന്റെ മണ്ണിലേക്ക് ഇറങ്ങി. അതേ ഉള്ളൂ. അത് സ്വയം തീരുമാനിച്ചിറങ്ങി. അത് അവർക്ക് അത് സ്വയം തീരുമാനിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വിളിച്ച് പെർമിഷൻ ചോദിക്കണം. അപ്പം അതായത് ഈ കമാൻഡിങ് എന്ന് പറയുന്നത് അതൊരു ലൈൻ ഓഫ് കമാൻഡ് ഉണ്ട്. ആര് ഡിസിഷൻ മേക്ക്. ഇപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമാൻഡർ ഉണ്ട്. കമാൻഡറാണ് ഇത് ലീഡ് ചെയ്യുന്നത്. ഒരു പൈലറ്റ് ഉണ്ടാവും, എഞ്ചിനീയർ ഒരാളുണ്ടാവും, അങ്ങനെ പല റോളുകൾ അതിനകത്തുണ്ട്. ഈ റോളുകൾ ഓരോരുത്തർക്കും ഉണ്ട്. ചില ആളുകളുടെ സ്പെഷ്യലൈസേഷൻ വേറെ ആൾ നിർവഹിക്കില്ല. കാരണം ഇതിനകത്ത് പിന്നെ ഹൗസ് കീപ്പിംഗ് എല്ലാവരുടെയും ജോലിയാണ്. നമുക്കറിയാമല്ലോ, അവിടെ നമുക്ക് ഹൗസ് കീപ്പിങ്ങിന് വേറെ ആളിനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഫുഡും ഇത് വൃത്തിയാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. എന്തെങ്കിലും ഭാഗം കേടായാൽ അത് നമ്മൾ തന്നെ റിപ്പയർ ചെയ്യണം. അതിന് വേറെ സ്റ്റാഫ് ഇല്ല. അപ്പം അങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും അതിനകത്ത് എല്ലാത്തിലുള്ള ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ അവർ ഫിസിക്സ്, കെമിസ്ട്രി,
ഒരുവിധപ്പെട്ട എല്ലാ സയൻസും മാത്തമാറ്റിക്സും വെൽ തറവായിട്ട് അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ടെക്നോളജി ടെക്നോളജി അതില്ലാതെ അത് ജീവന് തന്നെ അപകടമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഒരു ബുച്ച് വിൽമറ വിടുമ്പം സുനിത വില്യംസിനെ വിടുമ്പോഴൊക്കെ ഇന്ന ഷെഡ്യൂൾ ഉണ്ടാക്കാം, അവരെ അസൈൻ ചെയ്യാം. എന്നാൽ ഇത് ആദ്യകാലത്തൊക്കെ പോകുന്നവർ ഇന്നത്തെ നിലയിലേക്ക് ഇത് എത്തും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ നേരത്തെ അവരോട് കാര്യങ്ങൾ പറയാൻ പറ്റും? അവർക്ക് എന്ത് പരിശീലനമാണ് കൊടുക്കുക? ആ പരിശീലനം ഭയങ്കര തമാശയാണ്. കാരണം ആദ്യമായിട്ട് യൂറി ഗഗാറിനല്ല 5 പേരോളം അവസാനം എത്തിയിരുന്ന ഒരാളെയാണ് യൂറി ഗഗാറിനെ അയക്കാൻ തീരുമാനിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് അവർക്ക് എന്ത് തരം ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല. പിന്നെ ഈ മിലിറ്ററിയിലും പൈലറ്റ്സിനും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള കുറേ ട്രെയിനിങ്ങുകളും പിന്നെ ചില ഊഹങ്ങൾ സ്പേസിൽ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചില ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ ഈ ആദ്യത്തെ സെലക്ഷൻ ക്രൈറ്റീരിയയും കുറച്ച് കൗതുകകരമാണ്. അതായത് ആദ്യമായിട്ട് ഒരാൾ ബഹിരാകാശത്ത് പോവുകയാണ്, അതൊരു രാജ്യത്തിൻ്റെ അഭിമാന പ്രശ്നമാണ്. അപ്പോൾ ആരെ ചൂസ് ചെയ്യണമെന്നുള്ള അവരുടെ ചില മാനദണ്ഡങ്ങൾ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട്. യൂറി ഗഗാറിൻ ഒരു കർഷകന്റെ മകനാണ്, വളരെ സാധാരണക്കായ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ടാണ്, ചെറുപ്പക്കാരനാണ്, 27 വയസ്സേ അന്നുള്ളൂ, ഒരു ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടെന്ന്, സുന്ദരനാണ്. അതൊരു ശരിക്കും അവരുടെ ഒരു മാനദണ്ഡമാണ്. കാരണം ലോകത്തെ എല്ലാ പത്രങ്ങളിലും വരാൻ പോകുന്ന മൊത്തമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ പരിഗണനകൾ അന്ന് നടത്തിയിട്ടുണ്ട്. അന്ന് വേറെ ട്രെയിനിങ്ങിനും ഒന്നുള്ള വകുപ്പില്ല, എന്താണ് ചെയ്യാൻ പോകുന്നതില്ല. അദ്ദേഹം പോയി ഒരു സബോർബിറ്റൽ ഫ്ലൈറ്റ് നടത്തി തിരിച്ചു വരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വാലന്റീനോ തെരഷ്കോവ പോകുന്നു. തെരഷ്കോവ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. യൂറി ഗഗാറിൻ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 3-4 വർഷം കൂടെ ജീവിച്ചുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഫ്ലൈറ്റ് ക്രാഷിലാണ് മരിക്കുന്നത്. ചെറുപ്പക്കാരനായിരിക്കും പറഞ്ഞാൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ പല തവണ പലതരം മിഷനിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. വേറൊരു കൗതുകരമായിട്ടുള്ള കാര്യം, ഒരു റിപ്പയർ മിഷന് വേണ്ടിയിട്ട് പോയ എനിക്ക് ഏത് മിഷൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ആ ഇൻസിഡൻറ്റിനകത്തൊരു തമാശയുണ്ട്. അതായത് ഇവർ 3 പേരാണ് ക്രൂ. ഇവരവിടെ ചെന്നിട്ട് ഒരു ജോലി ചെയ്യാൻ അവർക്കൊരു കൃത്യമായ ഷെഡ്യൂളുണ്ട്. അവരവിടെ വെറുതെ സുഖവാസത്തിന് പോകുന്നതല്ല. ഒരു രാവിലെ ഇത്ര മണിക്ക് തുടങ്ങി ഇത്ര മണി വരെ എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ വർക്കൗട്ട് മസ്റ്റാണ്, എക്സർസൈസ് ഓപ്ഷൻ അല്ല, മസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പം ഇവരവിടെ ചെന്നിട്ട് 2ാമത്തെ ദിവസമായപ്പോൾ ഇവർ പരാതി പറയാൻ തുടങ്ങി, വർക്ക് ലോഡ് കൂടുതലാണ്. അപ്പം പ്രശ്നം എന്ന് പറയുന്നത്, ഇത്ര ദിവസത്തേക്കുള്ള മിഷൻ പ്ലാൻ ചെയ്യുമ്പോൾ അത്ര ദിവസത്തേക്കുള്ള ഓക്സിജൻ, അത്ര ദിവസത്തേക്കുള്ള ഫുഡ്, അതിനേക്കാളും അല്പം കൂടെ കൂടുതൽ ബാക്കപ്പ്, ഇങ്ങനെ പ്ലാൻ ചെയ്താൽ പോവുക. അപ്പോൾ വർക്ക് ലോഡ് കൂടുതലാണെന്ന് അവിടെ വരുന്ന തോന്നി റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരില്ല. പക്ഷേ ഇവർ പറഞ്ഞു, കൺട്രോൾ സെൻറ്ററിൽ നിന്ന് പറഞ്ഞു പറ്റില്ല, നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ഇവിടത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഓഫ് ചെയ്യും. സ്പേസ് ക്രാഫ്റ്റിലിരിക്കും. അത് ഇവിടെ ഇരിക്കുന്നവർ മുള്ളിൽ പോകുന്ന കേസാണ്. അവർക്കിത് കുറെ കഴിഞ്ഞിട്ട് അവർ ഓൺ ചെയ്തു. അവർ പിണങ്ങി. നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞാൽ അവർ പിണങ്ങി. ഇതൊരു വലിയ ബ്രേക്ക് ത്രൂ. അതായത് പുതിയൊരു നീഡ് പറഞ്ഞു, സൈക്കോളജിക്കൽ ഫിറ്റ്നസ്. അതായത് നിങ്ങൾ മെന്റലി ഭയങ്കര ഹാർഡായിരിക്കണം. പെട്ടെന്ന് ദേഷ്യം വരിക, പിണങ്ങുക, സങ്കടം വരിക, ആങ്ഷ്യസ് ആവുക, ഇങ്ങനെയുള്ളവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇത് ഭയങ്കര ടഫ് എൻവയോൺമെന്റ് ആണ്. വെയ്റ്റ്ലെസ്നെസ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ പറയുന്നത്ര എളുപ്പമല്ല വെയ്റ്റ്ലെസ്നെസ്. ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഇരിക്കുന്ന വെയിറ്റിന്റെ ഫീൽ ഉണ്ടാവില്ല. നമുക്ക് ഒരിടത്തും ഒട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇപ്പം നമ്മൾ തറയിൽ എപ്പോഴും ഒട്ടിയാണ് ഇരിക്കുന്നത്. അത് ഒട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരിടത്ത് ഒട്ടുന്നതിനെ കുറിച്ച് മാത്രമേ ആലോചിക്കുകയുള്ളൂ. നമ്മൾ തറയിൽ ഒട്ടിയാണ് നിൽക്കുന്നത്. നമ്മുടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് എൻ്റെ ശരീരത്തിന് ഈ കസേരയെ കൊണ്ട് ഒട്ടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഗ്രാവിറ്റി താഴേക്ക് ഒഴിക്കും. ഇതില്ലാതാവുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുക. ഒന്ന്, നമ്മുടെ ശരീരത്തിന് ഒരു സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ബ്ലഡ്, മറ്റ് ഫ്ലൂയിഡ്സ് എല്ലാം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ബ്ലഡിനെ മൂവ് ചെയ്യിക്കുന്നത് ഹാർട്ടാണ്. അത് ഹാർട്ട് മുകളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്, കാൽപാദത്തിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് തരത്തിൽ പമ്പ് ചെയ്യണം. കാരണം താഴേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലും മുകളിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റിക്ക് എതിരെയാണ് പുഷ് ചെയ്യുന്നത്. വെയ്റ്റ്ലെസ്നെസ് വരുമ്പം ഹാർട്ടിന് അറിയത്തില്ല, ഹാർട്ട് ഇതുപോലെ തന്നെയാണ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ പ്രഷറിൽ ഉള്ള ഫ്ലൂയിഡെല്ലാം കയറി തലയിൽ പോകും. കാരണം താഴോട്ട് വലിക്കാൻ ഒന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ മൂക്കടയും. ഓക്കെ, കണ്ണിന്റെ കാഴ്ച മങ്ങാൻ തുടങ്ങും. കാരണം ഇവിടെയൊക്കെ ഫ്ലൂയിഡ് ഒന്ന് നിറയും. ബ്രെയിനിൽ ഫ്ലൂയിഡ് പ്രഷർ ഫീൽ ചെയ്യും. നമുക്ക് ഈ നല്ല ജലദോഷം വരുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ, മൊത്തത്തിലൊരു അസ്വസ്ഥതയാണ്. ഇത് നോർമലാണ്. ബഹിരാകാശത്ത് സഞ്ചരിക്കുമ്പം അവിടെ ഉള്ള ആളുകളുടെ സ്ഥിര അവസ്ഥയാണ്. സ്മെല്ല് അറിയാൻ നേരെ പറ്റത്തില്ല. ഉള്ള സ്മെല്ലൊക്കെ വളരെ അപൂർവമായിട്ട് അറിയാൻ പറ്റും. മിക്കവാറും ഒരു ഫുഡിനും സ്മെല്ല് അറിയാൻ പറ്റും, അതിൻ്റെ ടേസ്റ്റ് കാണത്തില്ല. പിന്നെ ഒരിടത്തും ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇങ്ങനെ എടുത്ത് കമഴ്ത്തിയ വെള്ളം താനെ ഒഴുകണമെങ്കിൽ
ഗ്രാവിറ്റി വേണം. ആ അത് കുപ്പിക്ക് ചുറ്റും ഇങ്ങനെ പടരത്തേ ഉള്ളൂ. അതിനെ ഞെക്കി പിടിഞ്ഞ് വാക്കകത്തേക്ക് കയറ്റണം. സ്പ്രേ ചെയ്യുമ്പോൾ കുളിക്കണമെങ്കിൽ വെള്ളം കോരി ഒഴിക്കണ്ടേ? പറ്റില്ല. വെള്ളം കോരി ഒഴിച്ചാൽ ദേഹത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കത്തേ ഉള്ളൂ, താഴോട്ട് ഒഴുകില്ല. അപ്പൊ കുളിക്കലൊന്നും ഉണ്ടാവില്ല? കുളിക്കല്ല, തുടച്ചെടുക്കുകയാണ് ചെയ്യുക. ഇല്ല, അത് ഈ സുനിത വില്യംസിന്റെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, ബ്രഷ് ചെയ്യുന്നത് ബ്രഷ് ചെയ്തങ്ങ് ഇറക്കാണ്. വേറെ സുനിത വില്യംസ് അല്ല, ക്രിസ് ഹാൽഫീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കനേഡിയൻ ആസ്ട്രോണോട്ട് ഉണ്ട്. അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹം ഗിറ്റാർ വായിക്കുന്നത് അതെല്ലാം ഭയങ്കര രസകരമായിട്ട് പുള്ളി. ഇത് ഞാൻ പറയുന്നത് ഇന്നും ഇന്നലെയും വന്നാലോട്ട് വളരെ വർഷങ്ങളായിട്ട് ഈ വീഡിയോസ് ഉണ്ട്. പക്ഷെ അത് അധികം അങ്ങനെ ആളുകളിലേക്ക് എത്താതെ പോയതുകൊണ്ട്. അപ്പോൾ ഈ ശബ്ദമൊക്കെ അപ്പം സഞ്ചരിക്കുന്നത്, ശബ്ദം അവിടെ നമ്മുടെ എയർ പോലെ നിർത്തിയിട്ടുണ്ട്. ശബ്ദത്തിന് പ്രശ്നമില്ല, മീഡിയം ഇതിനകത്തായി സൃഷ്ടിച്ചിട്ടുണ്ട്, എയർ ഇട്ടിട്ടുണ്ട്. പിന്നെ റീസൈക്ലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ISS പഠിക്കണം. 90% റീസൈക്ലിംഗ് ആണ്. മൂത്രം, കരഞ്ഞ കണ്ണുനീരുൾപ്പെടെ, വിയർപ്പ് ഉൾപ്പെടെ റീസൈക്കിൾ ചെയ്യും. ഒരു വളരെ അപൂർവം മാത്രമേ വേസ്റ്റ് ഉള്ളൂ. മലമൂത്ര വിസർജനം പറയുമ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? മലമൂത്ര വിസർജനം താഴേക്ക് പോകണ്ടേ? പോവില്ല, സക്ഷം വെച്ചിട്ട് വലിക്കുക ചെയ്യുന്നത്. വെയിറ്റ് ഇല്ല. നിങ്ങൾ ക്ലോസറ്റ് ചെന്ന് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ ക്ലോസറ്റ് ചെന്ന് ഉന്നം തെറ്റി പോകരുത്, സഖ്യ. അപ്പം ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ വെറുതെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ നടക്കുകയും ഡെയിലി ലൈഫിൽ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ മസിലുകൾ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. നമുക്ക് ഒരു 70 കിലോ ഭാരം ഉണ്ടെങ്കിൽ നമ്മുടെ കാല് അത്രയും ഭാരം താങ്ങുന്നുണ്ട് ഈ മസിലുകൾ. നിങ്ങൾ വെയിറ്റ്ലെസ്നെസ്സിലേക്ക് പോകുമ്പോൾ ഈ മസിലുകളെല്ലാം വെറുതെ ഇരിക്കുകയാണ്, ഇവരുടെ ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വയ്യാതെ കിടപ്പ് രോഗികളായി പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു മസിൽ ലോസ് ഉണ്ടല്ലോ, ഓസ്റ്റിയോപോറോസിസ്, മസ്കുലർ അട്രോഫി എന്നൊക്കെ വിളിക്കുന്ന കണ്ടീഷൻസ്. നിങ്ങൾക്ക് മസിൽ ലോസ് ഉണ്ടാവും, മസിലുകൾക്ക് ബലം നഷ്ടപ്പെടും ഉപയോഗിക്കാതെ. പിന്നെ ബോൺ ഡെൻസിറ്റി കുറയും. അതായത് അസ്ഥി ഇങ്ങനെ ക്രോസ് ചെയ്തെടുത്ത് ഇങ്ങനെ അതിനകത്ത് ഹോളുകൾ വരാൻ തുടങ്ങും, ഡെൻസിറ്റി കുറയാൻ തുടങ്ങും. ഇത് ഒഴിവാക്കാനാണ് കമ്പൽസറി വർക്കൗട്ട്. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഈ സിറ്റപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല, വെയിറ്റ് ഇല്ല. പകരം റെസിസ്റ്റൻസ് ബാൻഡ് പിടിപ്പിച്ചിട്ട് ഇലാസ്റ്റിക് ബാൻഡിനെ വലിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഡെയിലി ചെയ്യേണ്ടി വരും, ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റും. ഇങ്ങനെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഈ ട്രെയിനിങ് ഇങ്ങനെ കാലാകാലങ്ങളിൽ, ഇപ്പോൾ സൈക്കോളജിക്കൽ ഫിറ്റ്നസ് ഞാൻ പറഞ്ഞു, അപ്പോൾ നമ്മൾ ISS ആയാലും അതിന് മുമ്പ് പോയ ഇപ്പോൾ ഈ എൻഡെവർ, ഡിസ്കവറി എന്നൊക്കെ പറഞ്ഞ സ്പേസ് ഷട്ടിൽ ദൗത്യങ്ങളൊക്കെ ആയാലും ഇടുങ്ങിയ സ്പേസ് ആണ്. കാരണം നമുക്ക് ഭയങ്കര ലക്ഷറിയസ് ആണ് സ്പേസ് എന്ന് പറയുന്നത്, അവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പോൾ നിങ്ങൾ 2 പേരെ ക്രൂ മെമ്പേഴ്സായിട്ട് പോവുകയാണ്. ഇവർ തമ്മിൽ ഒരു ചെറിയൊരു പിണക്കം ഉണ്ടായെന്ന് വെച്ചോളൂ. നിങ്ങൾ ആ ആളിനെ ഈ ഫുൾ മിഷനിൽ ഇങ്ങനെ അടുത്താ കാണുക, മാറിയിരിക്കാനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് നിങ്ങളുടെ മൊത്തം പ്രൊഡക്ടിവിറ്റി ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഫിറ്റ്നസ് ആവണം. പോകുന്ന ആളുകൾ തമ്മിലൊരു സിങ്ക്, ഇതൊക്കെ മസ്റ്റാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ആസ്ട്രോണട്സിൻ്റെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരെല്ലാം ഭയങ്കര ചാമിങ് ആൾക്കാരായിരിക്കും. കാരണം അത് അവരുടെ ആ സൈക്കോളജിക്കൽ ഹെൽത്ത് കൊണ്ട് കൂടിയാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു ഏറ്റവും അങ്ങനത്തെ ക്ലാഷസ് ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. അങ്ങനെ മനുഷ്യർക്ക് സ്വാഭാവികമാണ്. പക്ഷേ ലോകത്തിൽ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണത്. അപ്പോൾ ആ സ്ക്രീനിങ്ങിൽ പെടുന്നതാണിത്. ഇപ്പോൾ ഈ സൈക്കോളജിക്കൽ ഫിറ്റ്നസിനെ ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ചെന്ന് പിണങ്ങി ഇത് ഓഫ് ചെയ്ത സംഭവമാണ്. അപ്പോൾ അതിനുശേഷം അത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല. അപ്പം ഇതെല്ലാം നമ്മൾ പതിയെ പഠിച്ചെടുത്ത ട്രെയിനിങ് ആണ്. ഇതിപ്പം ഇതിൽ മാത്രം ഇതുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഇന്ന് എയർക്രാഫ്റ്റ് ഏവിയേഷൻ സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വിമാന അപകടങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച പാഠങ്ങൾ പുതിയ റെഗുലേഷൻസ് ആയിട്ട് വരും, പുതിയ വരുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമാവും. അങ്ങനെയാണ് നമ്മൾ ഈ സ്പേസ് മിഷനുകളിൽ നിന്നെല്ലാം പഠിച്ചേക്കുന്നത്. നമ്മൾ ഈ ബേബി സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത് ചില്ലറയൊന്നുമല്ല വച്ചിരിക്കുന്നത്. നമ്മൾ അപ്പോളോ മിഷനെ കുറിച്ച് പറയുമ്പോൾ അപ്പോളോ 11 ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നത്. ഇന്നും അത് ഫേക്ക് ആണെന്ന് വാദിക്കുന്ന ആൾക്കാർ. ഈ 11 എന്തുകൊണ്ട് വന്നു, ബാക്കി 10 എവിടെയെന്ന് ആരും ചോദിക്കില്ല. ഈ 10ലെ ഒന്നാമത്തെ മിഷൻ ഭൂമിയിൽ വെച്ച് തന്നെ കത്തി 3 പേരാണ് മരിച്ചത്. 3 സ്പേസ് ട്രാവലേഴ്സ് ഭൂമിയിൽ വെച്ച് തന്നെ അവരുടെ ട്രെയിനിങ് സ്റ്റേജിൽ മരിക്കുന്നുണ്ട്. ഈ 10 സ്റ്റെപ്പുകൾ അങ്ങനെ ഒരുപാട് വില കൊടുത്തിട്ടാണ് 11ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ബാക്കിയുള്ളതിൽ അവിടെ അതിനു മുമ്പ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങുന്നത് ഇവരാണ്. ഈ ഇതിന് പല സ്റ്റെപ്പുകളുണ്ട് നമ്മൾ ഈ പറയുന്നത്. അതായത് ഒരു മനുഷ്യരെ ഏറിയ ഒരു വിമാനം സ്പേസ് ക്രാഫ്റ്റ് അതിനൊരു റോക്കറ്റിൽ മുകളിലേക്ക് കൊണ്ടെത്തിക്കണം, അതിനൊരു ഓർബിറ്റിൽ പ്ലേസ് ചെയ്യണം. ആ ഓർബിറ്റ് അപ്പോൾ നമ്മൾ സ്പേസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഓർബിറ്റിനെ സ്പേസ് സ്റ്റേഷൻ്റെ ഓർബിറ്റിലേക്ക് എത്തിക്കണം. എന്നിട്ട് ഇവർ തമ്മിൽ ഡോക്ക് ചെയ്യണം. ഡോക്കിങ് ഭയങ്കര ടെക്നിക്കലി ചാലഞ്ചിങ് ആണ്. കാരണം ഈ നമ്മളിപ്പോൾ ഒരു വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ക്രൂലേക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ പിടിപ്പിക്കാൻ നമ്മൾ പെടുന്നൊരു പാടുണ്ടല്ലോ. ഇത് മനുഷ്യനെ അടക്കാൻ പറ്റുന്ന 2 ഹോൾ സ്പേസിൽ വെച്ച് വെയിറ്റ് ഇല്ലാത്ത 2 സാധനങ്ങളെ കൂട്ടി യോജിപ്പിക്കണം.
അതിനകത്ത് ഒരുപാട് ഇലക്ട്രോണിക് പാർട്സ് ഉണ്ട്. ഇത് കറക്റ്റ് ആ അഡാപ്റ്ററിൽ ചെന്ന് ഫിറ്റ് ആവണം. നമ്മൾ പെൻ ഡ്രൈവ് കുത്തുന്ന പോലെ തിരിഞ്ഞു പോകരുത്, കറക്റ്റാ ഫിറ്റ് ആവണം. ചെന്ന് ബലത്തിൽ ഇടിക്കരുത്, ഇടിച്ചാൽ ഇത് ഡാമേജ് ആയി പോകും. ഒരുപാട് ലൂസായാൽ ചിലപ്പോൾ തട്ട് കയറില്ല. പ്രിസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കയറി ഡോക്ക് ചെയ്ത് എയർ ലോക്ക് ഉണ്ടായി, അതായത് ഇനി അതിനകത്തൂടെ എയർ ഒന്നും കയറാത്ത, എയർ വെളിയിലേക്ക് ലൂസ് ആകാത്ത രീതിയിൽ ലോക്ക് ചെയ്തിട്ട് ഇവരകത്ത് കയറണം. ഡോക്കിങ്ങിലൂടെ അവരകത്ത് കയറി പിന്നെ റീ എൻട്രി കഴിഞ്ഞാൽ ഇവർ ഇതുപോലെ തിരിച്ചിറങ്ങണം. പിന്നെ ഈ സ്പേസ് സ്റ്റേഷന് വെളിയിൽ പല പാർട്സിനും കംപ്ലൈന്റ് വരും. കാരണം ഇതുവഴി റേഡിയേഷനും എനർജിയുള്ള പാർട്ടിക്കിൾസും ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കണം. സ്പേസ് ഡിബ്രി എന്ന് പറയുന്ന വേറെ എവിടെയെങ്കിലും ഒക്കെ പൊട്ടിത്തെറിച്ച് പോയോ ഏതെങ്കിലും സാറ്റലൈറ്റിന് ഇളകി പോയിട്ടുള്ള പീസസ് ഒക്കെ ചിലപ്പം തെറിഞ്ഞു വരും. അത് പറക്കുക എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്റർ per hour ഇത് വരുന്നത്. ഇത് ചെറിയൊരു തരി വന്ന് തട്ടിയാൽ തന്നെ ശരിക്കും നമുക്കൊരു ബോംബ് വിടുന്ന ഒരു എനർജിയാണ് കൊണ്ടുവരുന്നത്. വലിയ ഡാമേജസ് ചിലപ്പോൾ അത് ഉണ്ടാക്കും. അപ്പം അത്തരം ഡാമേജസ് നമ്മൾ മുൻകൂട്ടി കാണണം. പിന്നെ ഏതെങ്കിലും പാർട്ട് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഈ സ്പേസ് സ്റ്റേഷന്റെ റോബോട്ടിക് ആംസ് ഉണ്ട്, അത് വെച്ച് ചെയ്യാൻ പറ്റാത്ത റിപ്പയർ ആണെന്നുണ്ടെങ്കിൽ ആള് പുറത്തിറങ്ങണം. അതിന് EVA എന്നാണ് വിളിക്കുന്നത്, എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി, വെളിയിൽ ഇറങ്ങിയിട്ടുള്ള ആക്ടിവിറ്റി. ഈ വെളിയിറങ്ങുമ്പോൾ ഇതേ പ്രതിസന്ധി ഇല്ലേ, ഈ ഡോക്കിംഗ് പോലെ തന്നെ അതിന്റെ അകത്ത് കയറുന്നത് തിരിച്ചു കയറുന്നത് ഒക്കെ ബുദ്ധിമുട്ടാണ്. അത് ഇങ്ങനെ വളരെ 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 പ്രിസിഷൻ നോക്കി. ഇനി അവിടെ ഇരിക്കുന്ന ഓരോ ആളുടെയും മറ്റേ വൈറ്റൽസ് ഉണ്ടല്ലോ, അത് ഇവിടെ അറിയാം. ഹാർട്ട് ബീറ്റ് എത്ര, ബോഡി ടെമ്പറേച്ചർ എത്ര, ഇതിവിടെ എന്തെങ്കിലും അബ്നോർമാലിറ്റി വന്നാൽ ഇവിടുന്ന് വിളിക്കും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ സുനിതയുടെ കാര്യം പറയുന്നവരാണ്. സുനിത അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അവിടെ നിൽക്കുമ്പോഴും ഇവിടെ വന്ന് ഇറങ്ങിയ ഉടനെ ഇന്ന് ഇതിപ്പോ സുനിത വില്യംസ് എന്തൊക്കെയോ പറഞ്ഞു വന്ന മട്ടിൽ ഒരുപാട് വാർത്ത വരുന്നുണ്ട്. അവരെ പുറം ലോകം കണ്ടിട്ടേ ഇല്ല. കാരണം ഈ സ്പേസിൽ നിന്നും വരുന്ന ഒരാളിനെ അത് ഇപ്പോഴത്തെ മിഷനിൽ അല്ലെങ്കിൽ കുറെ കാലം അവിടെ കുടുങ്ങി കിടന്നു എന്നൊക്കെയാണ് പലപ്പോഴും. അവിടെ കുടുങ്ങലൊന്നും ഉണ്ടായിട്ടില്ല. 8 ദിവസം കഴിഞ്ഞ് വരേണ്ടിയിരുന്നൊരു മിഷൻ 8 ദിവസത്തിനുള്ളിൽ ആ ഒരു സ്പേസ് ക്രാഫ്റ്റിന് ഉണ്ടായിരുന്ന ഒരു സാങ്കേതിക തകരാറ് കാരണം അന്ന് നടന്നില്ല. ഈ അടുത്ത ബസ് കയറി വരാനുള്ള ഒരു ബസ് റൂട്ട് അല്ലല്ലോ. ഇനി അടുത്തൊരു മിഷൻ പ്ലാൻ ചെയ്ത് ഇവർക്ക് വേണ്ടി അവിടെ എത്തുക എന്ന് പറയുന്നത് സമയമെടുക്കും. അത് ഇവർക്കും അറിയാം. അവിടെ മനുഷ്യർ കുടുങ്ങി കിടക്കുന്ന ഒരു ഗുഹയല്ല, അവിടെ സ്ഥിരമായി ഇവര് പോകുമ്പോഴും അവിടെ ആളുണ്ടല്ലോ, അവിടെ ആളുണ്ട്. ഇവരും മുമ്പ് പോയിട്ടുള്ളവരാണ്. മാത്രമല്ല വരുമ്പോഴും അവിടെ ആളുണ്ട്. അപ്പൊ ഇവരവിടെ പോയതിനു ശേഷം ഈ കുറച്ച് മാസങ്ങൾക്കിടയിൽ 286 ദിവസവും മറ്റാണ് അവരോട്. അതിനിടയ്ക്ക് സപ്ലൈ മിഷൻസ് ഉണ്ട്, ആളില്ലാതെ ആളില്ലാതെ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇവരുടെ വേസ്റ്റ് ഉണ്ടല്ലോ, അത് സ്പേസ് ക്രാഫ്റ്റ് കയറ്റിയിട്ട് ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഇടിച്ച് കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. അത് ഇങ്ങോട്ട് വരുന്നതിന് പകരം സ്പേസിൽ അറ്റ്മോസ്ഫിയറിൽ കത്തിച്ച് കളയാണ്. ഇങ്ങനത്തെ മിഷൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇവിടെ റോൾ ചേഞ്ച് വരുന്നുണ്ട്. ഈ കുറച്ചു കാലം സുനിത വില്യംസ് ISSന്റെ കമാൻഡർ ആയിരുന്നു ഈ സ്റ്റേജിൽ. നമ്മൾ അവർക്ക് അവിടെ എന്തോ ദുരന്തം പറ്റി അവർ കുടുങ്ങി കിടക്കുകയാണ്, പ്രളയബാധിതര് വീട്ടിനകത്ത് പെട്ടതുപോലെ. അവരാ സമയത്ത് കമാൻഡർ ചാർജ് വഹിക്കുകയാണ് അതിന്റെ. ഒരുപക്ഷെ കുടുങ്ങി എന്നുള്ള വാക്കാണ് ലോകം മുഴുവൻ ഇതിലേക്ക് ശ്രദ്ധിക്കാനുള്ള വാക്ക്. അത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിന്ന് രൂപപ്പെട്ടതല്ലേ. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിനകത്ത് അമേരിക്കയുടെ സ്പേസിൽ ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് പ്ലെയേഴ്സ് ഉണ്ട്. ഒന്ന്, ഇത് ഭയങ്കര കോസ്റ്റ്ലി ബിസിനസ്സാണ്. അപ്പോൾ പൊതുവിൽ കുറേ കാലമായിട്ട് അങ്ങനെ ഒരു പൊതുവികാരമുണ്ട്, പ്രൈവറ്റൈസേഷൻ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക. കാരണം സ്പേസിൽ ടെക്നോളജികൾ ഉണ്ടാവേണ്ടതുണ്ട് നമുക്ക്. അപ്പം ഗവൺമെന്റുകൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഇത് വളരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ പ്രൈവറ്റ് പ്ലെയേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എലൺ മസ്കിൻ്റെ സ്പേസ് എക്സ്, മറ്റേ ആമസോണിൻ്റെ വെർജിൻ ഗാലക്റ്റിക്ക, മറ്റേ വെർജിൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ, പിന്നെ ബ്ലൂ ഒറിജിൻസ്, അങ്ങനെ ഈ സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞാൽ ഈ ബോയിങ്ങിന്റെ മിഷനിലാണ് ഇവർ, സ്റ്റാർ ലൈനർ മിഷനിലാണ് ഇവർ അങ്ങോട്ട് പോയത്. പക്ഷേ ബോയിങ്ങിന് ഒരു അടി കൊട്ടുന്ന രീതിയിൽ ആ സ്പേസ് ക്രാഫ്റ്റിന് ഇഷ്യൂ വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ബോയിങ്ങിന് ഒരു സെറ്റ് ബാക്ക് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് സ്പേസ് എക്സ് ഹീറോയ്ക്കായിട്ട് അവിടെ എൻ്റർ ചെയ്യുന്നു, ഞങ്ങൾ ഇവരെ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു. സ്പേസ് എക്സിന്റെ 4 പേര് അങ്ങോട്ട് പോകാനിരുന്ന ദൗത്യത്തിൽ അവർ 2 പേരെ കുറച്ച് അങ്ങോട്ട് അയച്ചിട്ട് അവിടുന്ന് ഇവർ 2 പേരെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കയറി ഈ സ്പേസ് എക്സ് കയറി സ്കോർ ചെയ്തു. ശരിക്കും ഈ ഒരു ബിസിനസ് ആയിരിക്കണം, എൻ്റെ ഒരു ഊഹമാണ്, ഇത് കോൺസ്പിറസി തിയറി ആണെന്ന് വേണമെങ്കിൽ വിളിക്കാം. അതാണ് പെട്ടെന്ന് ഈ ഒരു വിഷയത്തെ മൊത്തത്തിൽ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുപോകും. കാരണം ഞാൻ പോലും എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ സ്പേസ് ജേണി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഗ്ലാമറസ് ആയ ഒരു ജോലിയല്ല, എന്താണ് എൻ്റെ കഷ്ടപ്പാടുകൾ. ആ കഷ്ടപ്പാടിലൊക്കെ തന്നെയാണ് ഇപ്പോൾ പുതിയൊരു കാര്യം പോലെ വാർത്ത വരുന്നതെന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് സ്പേസിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ വളരെ നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന അവരുടെ മസിൽ ലോസ് സംഭവിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതും. ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റിൽ ജേണി കഴിഞ്ഞ് തിരിച്ചെത്തിയ ആൾക്കാരെ ശരിക്കും സ്ട്രക്ചറിലാണ് എടുത്തോണ്ട് പോയത്, എഴുന്നേൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഇവരുടെ മസിൽ ലോസ് സംഭവിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ വർക്കൗട്ടിന്റെ ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അതാണ് സ്ട്രക്ചറിലാണ് കൊണ്ടുവരുന്നത്. ആണ് അവരെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, മസിലെല്ലാം ഇത്രയും കാലമായിട്ട് ശരീരത്തിന് ഇതില്ല. പിന്നെ ഈ വരുന്ന സമയത്ത് ഈ വെയിറ്റ്ലെസ്നെസ്സിൽ നിന്നും 4-5 മടങ്ങ് G ഫോഴ്സ് എന്നാണ് നമ്മൾ പൊതുവെ അതിനെ വിളിക്കുക. അതായത് ഈ ഗ്രാവിറ്റി G എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്ന ഭൂമിയുടെ താഴേക്കുള്ള വലിവിന്റെ ആക്സിലറേഷൻ. അതാണ് നമുക്ക് നോർമലി വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ
ഈ 2G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് എത്ര ഉണ്ടോ അതിന്റെ 2 മടങ്ങാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഫോഴ്സ് എൻ്റെ മുകളിൽ നിന്ന് എൻ്റെ തന്നെ ഭാരമുള്ള ഒരാൾ കയറി ഇരുന്നാലുണ്ടാകുന്ന ഭാരമാണ് എനിക്ക് 2G ഫീൽ ചെയ്യുക. ഈ താഴേക്ക് റീ എൻട്രി സമയത്ത് 4G 5G ഒക്കെയാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ മുകളിൽ നമ്മുടെ 4 ഇരട്ടി ഭാരമുള്ള ഒരാൾ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ അതിനു മുമ്പ് അവർക്ക് ഭാരമേ ഇല്ലായിരുന്നു. അപ്പോൾ ഈ എക്സ്ട്രീം കണ്ടീഷൻസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ഒരുപാട് ബുദ്ധിമുട്ടും. അപ്പൊ ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവരെ നേരെ ഇന്റർവ്യൂ കൊടുക്കാനൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവരെ കൊണ്ടുപോയി അവരെ മോണിറ്റർ ചെയ്ത് അവരുടെ വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്ത് ബോഡി എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പിച്ച് ഫുൾ കണ്ടീഷൻ ആയതിനു ശേഷമേ ഇവരെ പുറം ലോകം കാണാൻ തന്നെ പോകുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഇന്റർവ്യൂ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, വാർത്ത കണ്ടു കഴിഞ്ഞാൽ ഇവർ വന്ന ഉടനെ ഇന്റർവ്യൂ കൊടുത്തു വന്ന മട്ടിലാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് ഈ സ്വകാര്യ മേഖല ഇങ്ങനെ ഇടപെടുന്ന സമയത്ത് അപ്രതീക്ഷിതമായ ഒരു ഭരണകൂടത്തിന് പോലും താങ്ങാൻ പറ്റാത്ത ഫണ്ടിന്റെ കാര്യമാണല്ലോ ഒരു പ്രതിസന്ധി. അപ്പോൾ ഒരു സർക്കാർ അതിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ മനുഷ്യന് ഉപയോഗപ്രദമായ നിലയിൽ ഇപ്പോൾ കൃഷിയുടെ കാര്യം പറഞ്ഞു, ഇപ്പോൾ ഒരു പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോൾ ഇത്തരം ഉപയോഗപ്രദമായ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ തുടർച്ച നമ്മളതിൻ്റെ ഗുണം അനുഭവിക്കുന്നുണ്ടല്ലോ. ഇത് ഈ സ്വകാര്യ മേഖലയിൽ അവർ നിക്ഷേപിക്കുന്ന സമയത്ത് അതിൻ്റെ റിട്ടേൺ അവർ ആഗ്രഹിക്കില്ല. അതെങ്ങനെ കിട്ടും? അത് സാധാരണക്കാരന് അലഭ്യമായ നിലയിലേക്ക് ഈ കണ്ടുപിടുത്തങ്ങളെ മാറ്റുമോ, അതൊരു ഫീസുള്ള നിലയിലേക്ക് മാറ്റും? അത് ഓരോരുത്തരുടെയും ബിസിനസ് മോഡൽ വ്യത്യാസമായിരിക്കാം. ഒന്ന് ഇപ്പോൾ നമ്മുടെ ഇസ്രോയ്ക്കൊരു ആൻഡ്രിക്സ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കൊമേഴ്സ്യൽ വിങ് ഉണ്ട്. അവർക്ക് വരുമാനമുണ്ട്. അവരുടെ വരുമാനം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് റോക്കറ്റും ലോഞ്ചിങ് സിസ്റ്റങ്ങളും ഒന്നും അഫോർഡ് ചെയ്യാൻ കഴിയാത്ത രാജ്യങ്ങളുണ്ട്. അങ്ങനെ പല രാജ്യങ്ങൾക്കും സാറ്റലൈറ്റ് ഉണ്ടാകും. സാറ്റലൈറ്റ് ഒരു കോസ്റ്റ്ലി വിഷയമല്ല. സാറ്റലൈറ്റ് താരതമ്യേന വില, നമ്മുടെ നാട്ടിൽ കോളേജ് കുട്ടികൾ വരെ സാറ്റലൈറ്റ്സ് ഉണ്ടാക്കുന്നു. സാറ്റലൈറ്റ്സ് അല്ല പ്രശ്നം. ലോഞ്ചിങ് ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. കാരണം ആ കൃത്യമായിട്ടുള്ള ഫ്യൂവൽ, എഞ്ചിൻ്റെ പവർ, ത്രസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് മറ്റൊരു രാജ്യത്തിന് ലോഞ്ച് ഫീ കൊടുത്തിട്ട് നമ്മുടെ ഫെസിലിറ്റി ഉപയോഗിക്കാം. നമ്മുടെ PSLVക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മുടെ വർക്ക് ഫോഴ്സ് എന്ന് വിളിക്കുന്ന പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഭയങ്കര റിലയബിൾ ആണ്. എത്രയെങ്കിലും മിഷൻസ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട്. അപ്പം ഇതൊരു ബിസിനസ് മോഡലാക്കാം. പിന്നെ ഉള്ളത് സ്പേസ് മിനറൽസ് എന്നൊക്കെ വിളിക്കുന്ന റിസോഴ്സസ് ആണ്. ഇപ്പോൾ ചന്ദ്രനിലൊക്കെ ഹീലിയം 3 എന്നൊക്കെ പറഞ്ഞ കുറേ ഭൂമിയിൽ കിട്ടാത്ത കുറേ സംഗതികളുണ്ട്. ഇതൊക്കെ ഈ ഒരുപാട് ബിസിനസ് സാധ്യതകളുള്ള റിസോഴ്സസ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് അവിടെ ഇറങ്ങി അതൊക്കെ മൈൻഡ് ചെയ്യാനുള്ള പെർമിഷനൊക്കെ ഒപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്ന പോലെ നമ്മൾ അവതാർ സിനിമയിൽ മനുഷ്യരവിടെ കീഴടക്കാൻ പോകുന്നതന്നെ അവിടുത്തെ ആ ഒരു പ്രത്യേക മിനറലിന് വേണ്ടിയിട്ടാണ്. അതെല്ലാം ശരിക്കും ആക്ച്വൽ ബിസിനസ്സിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ആ കഥകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന രീതിയിൽ ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് വരുമ്പോൾ നമുക്ക് ആൾക്കാരെ ഒഴിപ്പിക്കാൻ പറ്റുന്നതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിസ്സംശയം പറയാം, നമ്മുടെ സാറ്റലൈറ്റുകൾ വഴിയാണ് നമുക്ക് ഇത്രയും വെതറൊക്കെ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾക്കിപ്പോഴും പബ്ലിക് ഫണ്ടിങ്ങിന് ഭയങ്കര റെസിസ്റ്റൻസ് ആണ് സ്പേസിൻ്റെ കാര്യത്തിൽ. ശരിക്കും ഇന്ത്യ റിസർച്ചിന് സ്പെൻഡ് ചെയ്യുന്ന പൈസയുടെ വളരെ വളരെ ചെറിയൊരു തുകയാണ് സ്പേസ് റിസർച്ചിന് പോകുന്നത്. പക്ഷെ അത് മാത്രമാണ് ലൈം ലൈറ്റ് നിൽക്കുന്നതുകൊണ്ട് ഈ റോക്കറ്റ് കത്തിച്ച് കളയാൻ വേണ്ടി കുറെ പൈസ നമ്മൾ പാഴാക്കുന്ന ഒരു ഇംപ്രഷനൊക്കെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. റോക്കറ്റ് വേണ്ട, റൊട്ടി മതി എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളും ഉണ്ട്. ശരിയാണ്, നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ. പക്ഷെ ഏത് കാലത്തായാലും നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് പരിഹരിച്ചിട്ട് വേറൊരു പ്രശ്നം എന്ന രീതിയിൽ ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല, നടക്കില്ല. അപ്പോൾ നമുക്ക് അസമത്വങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അത് വേറെ രീതിയിൽ പരിഹരിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെയാണ് അതിസമ്പന്നരും അത് ദരിദ്രരും ഉള്ളത്. അപ്പൊ അത് സമ്പത്തില്ലാത്തല്ലോ പ്രശ്നം, അത് വേറൊരു ഇഷ്യൂ ആണ്. അപ്പൊ നമുക്ക് പട്ടിണിയെല്ലാം മാറ്റിയതിനു ശേഷം ബഹിരാകാശത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് പൊതുവിൽ പണ്ട് മുതലേ വിക്രം സാരാഭായി പോലുള്ള ആളുകൾ കൺസീവ് ചെയ്തേക്കുന്നത് തന്നെ ഒരു ഫാൻസി ടെക്നോളജി എന്ന രീതിയിലല്ല, പൊതുജനങ്ങളിലേക്ക് വരണം. അപ്പോൾ നമുക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് മത്സ്യം എവിടെയാണ്, മത്സ്യസമ്പത്ത് എവിടെയാണെന്ന് റിമോട്ട് സെൻസിങ്ങിലൂടെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സാറ്റലൈറ്റ് വേണം. അത് ഡെയിലി ലൈഫിൽ നമ്മൾ നമ്മുടെ സാധാരണ മനുഷ്യരിലേക്ക് അതിൻ്റെ എത്തുന്നുണ്ട്. ഇപ്പോൾ ടെലിമെഡിസിൻ, പിന്നെ എഡ്യൂക്കേഷൻ രംഗത്തൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ശരിക്കും ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. പിന്നെ സ്പേസ് സ്പിൻ ഓഫ് എന്ന് പറയുന്നൊരു വാക്ക് തന്നെയുണ്ട്. സ്പേസിന് വേണ്ടി കണ്ടെത്തിയ ടെക്നോളജികൾ വെളിയിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് സിപ്പ്, വെൽക്രോ, ഇങ്ങനെയുള്ള നമ്മുടെ പിന്നീട് വെളിയിലേക്ക് വരുന്ന ബൈ പ്രോഡക്റ്റുകൾ വെറുതെ ചെന്ന് ഗൂഗിളിൽ സ്പേസ് സ്പിൻ ഓഫ് എന്ന് സെർച്ച് ചെയ്യാൻ 100 കണക്കിന് എവറിഡേ ടെക്നോളജികൾ കിട്ടും. ആദ്യം ഡെവലപ്പായത് സ്പേസിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് വെളിയിലേക്ക് സ്പിൻ ഓഫ്, സിനിമയുടെ സ്പിൻ ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിനെ മാത്രം എടുത്ത് പുതിയ സിനിമ ആകുമ്പോൾ ആ സിനിമയുടെ സ്പിൻ ഓഫ് ആണെന്ന് പറയുന്ന പോലെ അതിൽ ഒരു പ്രത്യേക ടെക്നോളജി മാത്രം പുറത്തേക്ക് വരുമ്പോൾ അതിനെ സ്പേസ് സ്പിൻ ഓഫ് എന്ന് വിളിക്കും. അത് ഇസ്രോയുടെയും നാസയുടെയും ഒക്കെ സ്പേസ് റിസർച്ചിന് ഇഷ്ടംപോലെ സ്പിൻ ഓഫ് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ മുടക്കിയ പൈസ എല്ലാം ശരിക്കും വർത്താണ്. ഇപ്പോൾ ഈ ഗവേഷകരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ബാധ്യത ഇത്രയും നിലയിൽ സർക്കാർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള
മുന്നോട്ട് പോക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇപ്പോൾ CV രാമൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് ശേഷമുള്ള കാലത്ത് വലിയ ശാസ്ത്രജ്ഞർ ഉണ്ടാവുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഈ സാമ്പത്തികത്തിൻ്റെ തുടർച്ചയാണോ, ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറവിൻ്റെ കാര്യമാണോ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അങ്ങനെയുള്ള കണ്ടെത്തലുകൾക്കൊരു മെല്ലെപ്പോക്കുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നുണ്ടല്ലോ. ഫണ്ടമെന്റൽ സയൻസിലുള്ള കണ്ടെത്തൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പക്ഷേ കുറച്ച് വിശാലമായി പഠിച്ച് മാത്രം മനസ്സിലാക്കാവുന്ന കാര്യമായിരിക്കണം. ഈ ഫണ്ടമെന്റൽ സയൻസിലുള്ള അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താണ് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ലോകത്തെ മനസ്സിലാക്കാനുള്ള ശ്രമമാണല്ലോ പൊതുവിൽ ഫണ്ടമെന്റൽ സയൻസിലെ റിസർച്ച് എന്ന് പറയുന്നത്. അത് ഒരു നമ്മൾ വൈദ്യുതിയുടെ പിതാവ് എന്ന് വിളിക്കുന്ന മൈക്കൽ ഫാരഡേയുടെ ലാബ് എനിക്ക് നേരിട്ട് കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ഞാൻ കാണുമ്പോൾ എന്നെ ആദ്യം സ്ട്രൈക്ക് ചെയ്തു, ഞങ്ങളുടെ കോളേജിലെ ഡിഗ്രി കുട്ടികൾ ഉപയോഗിക്കുന്ന ലാബിൻ്റെ പോലും സോഫിസ്റ്റിക്കേഷൻ ഇല്ലാത്തൊരു ലാബാണ്. ഞാൻ ആലോചിക്കുന്നത് ഈ മനുഷ്യൻ ഇതിനകത്താണോ ഇത്രയും കണ്ടെത്തിയത്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു സെറ്റപ്പിൽ കണ്ടെത്താൻ കഴിയുന്നതെല്ലാം അന്നേ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള അന്വേഷണങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത് അതിനകത്തൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല, സാധാരണക്കാരിൽ നിന്നും ഈ അറിവിൻ്റെ ആഴം കൂടുതൽ അകന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വൈദ്യുതി എന്ന് പറയുന്നത് കാന്തികത, മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ വേറൊരു ഫേസ് ആണ് എന്നൊരാളെ ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷേ എലമെൻ്ററി പാർട്ടിക്കിൾസ്, ഹിഗ്സ് ബോസോൺ തമ്മിലുള്ള ബന്ധം അങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അത് 21-ാം നൂറ്റാണ്ടിൻ്റെ കണ്ടെത്തലും മറ്റേത് 19-ാം നൂറ്റാണ്ടിൻ്റെ കണ്ടെത്തലുമാണ്. അപ്പം ഈ കണ്ടെത്തൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആകുന്നതോറും ഈ ലേമാൻ എന്ന് നമ്മൾ വിളിക്കുന്നത്, ലേ പേഴ്സൺ എന്ന് വിളിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ, ആഴത്തിൽ സയൻസ് പഠിച്ചിട്ടില്ലാത്ത ഒരാളുടെ ഗ്രാസ്പിൻ്റെ ലെവലിൽ നിന്നും ഇത് അകന്നകന്ന് പോകും. അപ്പം വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നോർമലി മീഡിയ ഔട്ട്ലെറ്റുകളൊന്നും അത് ഡിസ്ക്രൈബ് ചെയ്യത്തില്ല. സയൻസ് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ചില ഡെഡിക്കേറ്റഡ് ജേണലുകളിലായിരിക്കും, അല്ലെങ്കിൽ അത്തരം ന്യൂസ് പോർട്ടലുകളിലാണ് പലപ്പോഴും അത്തരം ഫൈൻഡിങ്സ് വരിക. അത് ഒരു പ്രശ്നമാണ്. നമ്മുടെ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഔട്ട്ലുക്ക് ടു എഡ്യൂക്കേഷൻ അത് ഭയങ്കര ഡിഫറൻ്റ് ആണ്. നമ്മളിത് ജോലി കിട്ടാനുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു വഴിയായിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷനെ കാണുന്നത്. ഒരു ശാസ്ത്ര പ്രബന്ധം ഉണ്ടാക്കുന്നു, ജോലി കിട്ടുന്നു, പരിപാടി. അതായത് നമ്മൾ ഗവേഷണം പോലും കരിയർ അഡ്വാൻസ്, കായിക മേഖലയിലും അങ്ങനെയാണ്. ഒരു മെഡൽ കിടുന്നു, ജോലി സ്പോർട്സ് കോട്ടയിലിട്ട് ജോലി കഴിഞ്ഞാൽ അത് മതി എന്നാണ്. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ ആണെന്നല്ല, പക്ഷെ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമുക്കൊരു വിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സസ്റ്റനൻസ് കാണുന്നത്. പാഷൻ കൊണ്ട് ഈ രംഗത്ത് നിൽക്കുന്നവർക്ക് സപ്പോർട്ട് കിട്ടില്ല. അതൊരു സാഡ് റിയാലിറ്റിയാണ്. അതാ ഒരാളുടെ ഒന്നും കുഴപ്പമില്ല, നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ മൊത്തം പൊതുബോധത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ആളുകൾക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാവേണ്ടി വരും അല്ലേ? കാതലായ മാറ്റം, അതായത് മേഖലയ്ക്ക് വരുന്ന മാറ്റം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് തൊട്ട് മാറണം. ഈ ഉന്നത വിദ്യാഭ്യാസം എന്നല്ല എന്നെ വിളിക്കുന്നത്. നിങ്ങൾ +2 വരെ സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥി ഡിഗ്രിക്ക് BScക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ തിരഞ്ഞെടുക്കുന്നു വിചാരിച്ചോളൂ. നമ്മൾ മാറി നിന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കെമിസ്ട്രി ഇനിയും പഠിച്ച് മതിയായിട്ടില്ല എന്നാണ് എൻ്റെ മീനിങ്. ആണോ നമ്മുടെ നാട്ടിൽ? അല്ല, അതാണ് വ്യത്യാസം. അപ്പം നമ്മൾ ഈ സയൻസിലൊക്കെ വല്ലാതെ മുന്നേറുന്നൊന്നും വലിയ കണ്ടെത്തലുകൾ നടക്കുന്നു പറഞ്ഞ നാട്ടുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർ ഇതുകൊണ്ടാണ് പോകുന്നത്, പഠിച്ച് മതിയായിട്ടില്ല, ഇത് ഇനിയും പഠിക്കണം എന്ന താല്പര്യം കൊണ്ട് പോകുന്നതാണ്. നമ്മൾ ഈ പഠിച്ചതുകൊണ്ട് ജോലി കിട്ടില്ല, എന്തെങ്കിലും കൂടെ പഠിക്കണം. ഈ ഒരു ഫണ്ടമെന്റൽ ഡിഫറൻസ് ഉണ്ട്. അത് മാറാതെ നമുക്ക് ഇത്തരം പ്രതീക്ഷകൾ വെക്കുന്ന ഒരു കാര്യമില്ല. അതായത് നമ്മൾ കൃഷിഭൂമിയിൽ വെള്ളം ഒഴിക്കാതെ കൃഷി കാര്യമായിട്ട് നടക്കണമെന്ന് വിചാരിച്ചു നമുക്ക് ആ ഒരു മണ്ണൊരുക്കൽ നടന്നിട്ടില്ല. ഇപ്പോൾ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങളിലെ സംശയങ്ങളുണ്ട്. ഇപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങിയ കാര്യം പറയുമ്പോൾ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്ന് വാദിക്കുന്ന ആളുകൾ പുസ്തകങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, അവിടെ ഇറങ്ങിയിട്ടില്ല, തട്ടിപ്പാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചന്ദ്രനിൽ പോയ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ എതിർവാദക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാന കാര്യം സമീപകാലത്താണ് നമ്മളെ ഒരു ശ്രദ്ധയിൽ വരുന്നത്. ഇപ്പോൾ അവിടെ കൊണ്ടുപോയ കമ്പ്യൂട്ടറിന് 4 KB കപ്പാസിറ്റി ഉള്ളൂ. ഇപ്പം ഇത്രയും KB ഉണ്ടായിട്ട് നമുക്ക് എന്താ TB അതിൻ്റെ അപ്പുറത്തെത്തിയല്ലോ, അത് നമുക്ക് തികയുന്നില്ല. അപ്പോൾ അന്ന് അത് പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു യുക്തി അവരുന്നയിക്കുന്ന ഒരു കുയുക്തി അതാണ്. ഇതെങ്ങനെയാണ് നമ്മൾ അതിനെ എതിർക്കുന്നവരോട് ഓരോ കാലത്ത് പിടിച്ചു വെക്കുന്നത്? അല്ലെങ്കിൽ യാഥാർത്ഥ്യം അതാണല്ലോ. അതിനെ എതിർക്കുന്നവർക്ക് വേറൊരു സൈക്കോളജിയാണ് ഉള്ളത്. അതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയത് 1969 ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ ആ രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള കടുത്ത ഒരു ഈഗോ ക്ലാഷിൻ്റെ ഇടയിലാണ്, പീക്കിലാണ്. അതുവരെയുള്ള എല്ലാ സ്പേസ് മൈൽ സ്റ്റോൺസും USSRന്റെ കയ്യിലാണ്. റഷ്യ എന്ന് പറയുമ്പോൾ USSR ആണ്.
ആ ഒരു എന്താണ് ഈ പലതവണ തറയിൽ അടി കിട്ടി കിടക്കുന്നതിന് എണീറ്റൊരു ചവിട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു ഫീലാണ് US ഒരാളെ അവിടെ കൊണ്ടത്. ഇത് റഷ്യ എങ്ങനെയാണ് കാണുക എന്ന് ആലോചിക്കണം. ഓക്കെ, റഷ്യയിൽ ഇരിക്കുന്ന അതുവരെയുള്ള എല്ലാ സ്പേസ് ഇതിൻ്റെയും മറുകര കണ്ട ആളുകൾ അവിടെ ഉണ്ട്. ഓക്കെ, അവർ ചില ഒറ്റപ്പെട്ട കോണിൽ നിന്നും സംശയം ഉന്നയിച്ചു എന്നുള്ള ശരിയാണ്. പക്ഷെ അവർക്ക് ഈ വാദങ്ങളൊന്നുമില്ല. കൊടി പറക്കുന്നത് എങ്ങനെ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും അവർ ഉന്നയിച്ചിട്ടില്ല. അവർ സംശയിച്ചു ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, കാരണം അതൊരു സ്വാഭാവികമാണല്ലോ ഇത്രയും വലിയൊരു മത്സരം നടക്കുമ്പോൾ. ആദ്യം ഈ ന്യൂസ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഫേക്ക് ആണെന്ന് ഒരു വാദമാണ് പ്രോമിനൻ്റ് ആണ്. ആ വാദം കൊണ്ടുവരുന്നത് ഇന്ന് അതാരും അന്വേഷിക്കത്തില്ല. ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റിയാണ്. ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണത്. അതിന്നും ഉണ്ട്. അവരിപ്പോഴും ഈ വാർത്തയിൽ അവരെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോഴും പറയുന്നത് ഭൂമി പരന്നിട്ടാണെന്നാണ്. ഫ്ലാറ്റ് അവരാണ് ഇതിനെ ഇങ്ങനെ പോപ്പുലറൈസ് ചെയ്യുന്നത്. ഓക്കെ, ആലോചിക്കണം, ഇവര് ഭൂമി പരന്നാണെന്നുള്ള ധാരണയിൽ നിന്ന് മാറാത്ത ആളുകളാണ് ഇതാ. പക്ഷെ നമ്മൾ പലരും ഇതറിയാതെയാണ് ഇതിന് എയർ കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഇതിന്റെ ടെക്നോളജിക്കൽ സൈഡ് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ അപ്പോളോ 11 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നത് ആദ്യമായിട്ട്. അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം 6 മിഷൻസ് നടന്നിട്ടുണ്ട്. അതിൽ 5 എണ്ണവും ആൾക്കാരെ അവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോളോയ്ക്ക് ശേഷം 11 ശേഷം. അതിൽ 13 അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ വെച്ചൊരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നു. വളരെ കഷ്ടപ്പെട്ട് അവർ തിരിച്ചു വരികയാണ് ചെയ്തത്. ചന്ദ്രന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ജിം ലോവൽ എന്ന് പറയുന്നൊരു ആസ്ട്രോണോട്ടാണ് അതിനകത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, ലോസ്റ്റ് മൂൺ. അവിടെ ചെന്ന് അത് ജീവനോട് തിരിച്ചെത്തിയത് ഭാഗ്യം. പക്ഷെ തിരിച്ചെത്തി. ഇങ്ങനെ മൊത്തം 7 മിഷൻസിൽ 6 എണ്ണത്തിൽ 2 പേര് വീതം 12 പേര് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒന്നും മാത്രമല്ല, 12 പേര് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം 2 മിഷനോട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ മറ്റേ റഷ്യ ആയിട്ടുള്ള മത്സരമൊക്കെ ഏതാണ്ട് അവസാനിച്ച് പബ്ലിക്കിന് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടപ്പോൾ അമേരിക്കയുടെ ഗവൺമെന്റ് അവിടുത്തെ കോൺഗ്രസ് ഫണ്ട് ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ പ്ലാൻ സ്ക്രാപ്പ് ചെയ്തിട്ട് അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന പല ഇൻഫ്രാസ്ട്രക്ചറും ഈ ISSലേക്ക് പിന്നെ റീയൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് മുമ്പുള്ള 10 ദൗത്യങ്ങളോ അത് ആദ്യത്തെ മിഷൻ ഇവിടെ വെച്ച് തന്നെ കത്തിപ്പോയി. രണ്ടാമത്തെ 3ാമത്തെ മിഷൻ ടെസ്റ്റുകളാണ് അകത്ത് തന്നെ. പിന്നെ ഭൂമിക്ക് ചുറ്റും ഈ പരിപാടികൾ, ഭൂമിയുടെ ഓർബിറ്റിൽ ചെന്നിട്ട് ഈ ഡോക്കിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭൂമിയുടെ അതിന് നിന്നുകൊണ്ട് താഴേക്ക് ഇറങ്ങാൻ നോക്കിയിട്ടുണ്ട്. ചന്ദ്രനെ പോയി ചുറ്റിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ചന്ദ്രനിൽ ചെന്ന് സർഫസ് വരെ എത്തിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇറങ്ങാതെ. ഓരോ സ്റ്റെപ്പും നമ്മൾ പഠിച്ച് എന്തൊക്കെയാണ് ചരിത്രത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ഈ 11ാമത്തെ മിഷൻ കാലുവെക്കുന്നത്. ഇനി ഒരു നമ്മുടെ ISROയിലെ ഈ ടോപ്പിലിരിക്കുന്ന ഡയറക്ടർ മുതൽ ഒരു മൂൺ മിഷൻ നടത്തുമ്പോൾ അതിൻ്റെ പ്രോജക്ട് ഡയറക്ടർ മുതൽ ഇങ്ങ് താഴെ അതിൻ്റെ സ്ക്രൂ മുറുക്കുന്ന സ്റ്റാഫ് വരെ എത്ര പേരുണ്ടാവും എന്നറിയോ? 10,000-കണക്കിന് മനുഷ്യരുണ്ട്. ഒരു മാൻഡ് മിഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് പഠിക്കും. ഇത്രയും പേരും കൂടെ ചേർന്ന് കള്ളം പറഞ്ഞാലേ നിങ്ങൾക്ക് ഇത് ഫേക്കാൻ പറ്റും. നമ്മളൊരു ഓണാഘോഷ പരിപാടിക്ക്, ഒരു ക്ലബിൻ്റെ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുകയാണ്. നമ്മളൊരു രഹസ്യം എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ച് നമ്മളുടെ കമ്മിറ്റിയിൽ 10 പേര് അറിഞ്ഞാൽ നമുക്ക് എത്ര സീൽഡായിട്ട് ആ രഹസ്യം സൂക്ഷിക്കാൻ പറ്റും? എത്രയും കുറച്ച് പേര് രഹസ്യം അറിയുന്നോ അത്രയും സേഫാണ് ഈ രഹസ്യം. അതും എത്ര വർഷം? 70 വർഷം. നാസയിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങിയിട്ട് എനിക്കിതൊക്കെ അറിയാമെന്നുള്ള വിസിൽ ബ്ലോയിങ് ഉണ്ടായിട്ടില്ല. ഇതാണ് ഈ കോൺസ്പിറസി തിയറികളുടെ കുഴപ്പം. ആണ് ഇതിന്റെ ഹിസ്റ്ററിയോ ഇതിനുള്ള ചാലഞ്ചസോ ഒന്നും അറിയില്ല. ഇത് ആരോ പറഞ്ഞത് ഇങ്ങനെ അതല്ല, അത് ഇനിയും ഉണ്ടാവും. നമുക്കിപ്പോ എന്ത് മേജർ ഈവന്റ് ഉണ്ടായി കഴിഞ്ഞാലും ഇന്നും ഈ ഇലുമിനാറ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക. അതായത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന 5-6 പേര് എവിടെയോ ഒരു പവർ. അത് വേറൊരു തരം സൈക്കോളജിക്കൽ കണ്ടീഷനാണ്. ഇപ്പം നാർസിസിസത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണെന്ന് ഒരു സ്റ്റഡീസ് ഉണ്ട്. ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള ആളാണെന്ന് തോന്നിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾക്കൊന്നും അറിയത്തില്ല ലോകത്തെ വലിയ രഹസ്യം അതാണ്. അപ്പം ഞാൻ ഒരിക്കലും ഇതിനങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇതൊരു ഒരു പാരലൽ വേൾഡാണ്. ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പോയ ദൂരം ചന്ദ്രൻ തന്നെയാണ് അല്ലേ? ഇപ്പൊ എക്സ് പറയുന്നത്, മസ്കിനൊക്കെ പറയുന്നത് ചൊവ്വയിലേക്ക് പോകുന്നതാണല്ലോ. ഒരു ഭാവന കൂടിയിൽ പ്രധാനമാണല്ലോ. അതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട്? അത് ഏത് കാലത്ത് സാധിക്കാനുള്ള? അത് അങ്ങനെ അസാധ്യം എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ചലഞ്ചസ് ഓഫ് കോഴ്സ് വളരെ കൂടുതലാണ്. നമ്മൾ ഇന്നത്തെ ഒരു ധാരണ വെച്ചിട്ട് നമ്മൾ നേരിട്ട് മാർസിലേക്ക് പോകലുണ്ടാകില്ല. ഒരു പക്ഷെ നമ്മൾ മൂണിനെ ഒരു ബേസ് സ്റ്റേഷനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അവിടുന്ന് പോകുന്നതിനുള്ള സാധ്യതകളെ കുറിച്ച് ആലോചിക്കുന്നു. പ്രത്യേകിച്ച് ഫ്യൂവലൊക്കെ റീഫ്യൂവൽ ചെയ്യാനും മൂന്നൊരു ബേസിസ്. മൂന്നിൽ കുറെ കാലത്തിന് ശേഷം പിന്നെ ഒരു റിന്യൂഡ് ഇൻട്രസ്റ്റ് വരുന്നതിന് പിന്നിലുള്ള ഒരു കാരണം അതാണ്. ചൊവ്വയിൽ പോകുന്നില്ല, നമുക്ക് അവിടുന്ന് വെളിയിലേക്ക് നമ്മൾ ബേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് അങ്ങോട്ട് അങ്ങനെയുള്ള പ്ലാനുകളുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യൻ ഒരിക്കലും നമ്മൾ അന്റാർട്ടിക്കയിൽ പോകുന്ന പോലും ഇങ്ങനൊരു
മോഹത്തിന്റെ പുറത്താണ്. അല്ലാണ്ട് അന്റാർട്ടിക്കയിലൊന്നുമില്ല. ശരിക്കും ഒരു ശാസ്ത്രജ്ഞന് നല്ല ഭാവനയാണല്ലേ, അസാധാരണമായ ഭാവന. അത് നമ്മൾ ഞാനൊക്കെ സയൻസ് പോപ്പുലറൈസേഷന്റെ ഭാഗമായിട്ട് എന്താണ് സയന്റിഫിക് മെത്തേഡ് എന്ന് പലയിടങ്ങളിലും പറയാറുണ്ട്. പഠിപ്പിക്കേണ്ട ഭാഗമായിട്ട് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മെത്തേഡൊക്കെ വളരെ സ്ട്രോങ് ആണ്, ആർക്കും മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട്. എന്തിലാണ് അതിപ്പോൾ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നുള്ള കൗതുകം, അതിനെ അപ്രോച്ച് ചെയ്യുന്നൊരു രീതി, ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക, അത് ടെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയാണ് സയന്റിഫിക് മെത്തേഡ് പറയുക. പക്ഷേ ഈ കൗതുകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയേറ്റിവിറ്റി. അതൊരു ഇൻബോൺ തന്നെ ആവണമെന്നില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ കാണും, കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഇങ്ങനെ കൗതുകം ഉണ്ടാവും. മനുഷ്യൻ്റെ നാച്ചുറലി നമുക്കുള്ളതാണ് കൗതുകം. അതൊന്ന് നമുക്ക് തന്നെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും. പലരുടെയും ഐൻസ്റ്റൈൻ്റെ ഒരു കോഡ് ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറിലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളല്ല, ബട്ട് ഐ വാസ് ആൻ എക്സ്ട്രാ ഓർഡിനറിലി ക്യൂരിയസ് ചൈൽഡ്. അതായത് കൗതുകമാണ് അദ്ദേഹം. ബാക്കി നമുക്ക് കൗതുകം ഉണ്ടോ, നമ്മൾ എന്ത് വിലമെടുത്തോ അതിന് കണ്ടെത്താൻ ശ്രമിക്കും. കൗതുകം ഇല്ലായപ്പോഴാണ് നമുക്ക് പേരിന് വേണ്ടി ചെയ്യുന്നതായിട്ടും മറ്റ് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് ചടങ്ങ് പോലെ ചെയ്യേണ്ടി വരും. അതേ ഉള്ള വ്യത്യാസം. ഇപ്പം ഈ പറയുന്ന മുന്നോട്ട് നമ്മൾ കാണുന്ന ആളുകൾക്ക് അപ്പുറത്തുള്ള 10,000-കണക്കിന് ആളുടെ കാര്യം പറഞ്ഞില്ലേ, ഈ നീൽ ആംസ്ട്രോങ് അവിടെ ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത്, ഞാനിറങ്ങും, എഡ്വിൻ ആൽഡ്രിൻ ഇറങ്ങും, ഞങ്ങളെയാണ് ചരിത്രത്തിൽ ചിലപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ മൈക്കിൾ കോളിൻസ് വണ്ടി ഓടിക്കുന്നുണ്ട്, 10,000-കണക്കിന് പേര് അവിടെ ഉണ്ട്, അവരാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ നിയന്ത്രിക്കുന്നത്, ഞങ്ങൾ അവരിൽ നിന്ന് കൊടുക്കാണ് എന്ന് പറഞ്ഞാൽ. കോളിൻസിന്റെ വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് അദ്ദേഹത്തിന്റെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്തൊരു സൈക്കോളജിക്കൽ സിങ്ക് ഉണ്ട് ആളുകൾ തമ്മിൽ. ഇവർ തമ്മിൽ നല്ല സൗഹൃദമായിരിക്കും, അതും കൂടെ അതിനകത്ത് ഉണ്ടാവും. എടുത്തു പറയുന്നത് നിങ്ങളുടെ അടുത്ത 2 സുഹൃത്തുക്കൾ തിരിച്ചു വരുമ്പോൾ പോലും അറിയാതെ നിങ്ങൾ ഒറ്റയ്ക്ക് അവിടെ കഴിയുകയാണ്. അതെ, 22 മണിക്കൂറോളം. അതിൽ നിങ്ങൾ ചന്ദ്രന്റെ മറുവശത്ത് പോകുമ്പോൾ ഭൂമിയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല. അതിഭീകരമായ ഏകാന്തതയാണ്. ഇവരവിടെ ഇറങ്ങുമ്പോൾ ഇത് കറങ്ങുമല്ലോ അല്ലേ? ഇത് അപ്പുറത്തേക്ക് പോവാം, അതവിടെ നിൽക്കാൻ പറ്റില്ല, ഒന്നിനും അവിടെ നിൽക്കാൻ പറ്റില്ല, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കറങ്ങിയിട്ട് അവിടുന്ന് ഒരു ചെറിയ റോക്കറ്റ് വെച്ച് അവിടുന്ന് കയറി ഇതുമായിട്ട് ഡോക്ക് ചെയ്താൽ തിരിച്ചു കയറുന്നു. അതിനൊപ്പം ഓടണല്ലേ ഈ വണ്ടി, കൂടെ വന്ന് സ്പീഡ് മാച്ച് ചെയ്യണം. സ്പീഡ് മാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഓർബിറ്റിൽ ഒരു സ്പീഡേ ഉണ്ടാവുള്ളൂ. ആ സ്പീഡിലെ ആ ഓർബിറ്റിൽ പോകാൻ പറ്റും. ഒരു ഓർബിറ്റിൽ ഒരു സ്പീഡാണ്. അപ്പോൾ ഓർബിറ്റ് ഉയർത്തി ആ ഹൈറ്റിൽ ആ ആൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ, ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്, ഓർബിറ്റിൽ എത്തുമ്പോൾ ആ സ്പീഡ് കറക്റ്റ് ആവും, പിന്നെ അടുപ്പിക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല, കോളിൻസ് പറഞ്ഞ കാര്യം, കോളിൻസിന്റെ ഈ ഭീകരമായ ഏകാന്തതയാണ്. അതായത് ഇത് താഴെ ഭൂമിയിലെ കൺട്രോൾ സ്റ്റേഷനുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല, സുഹൃത്തുക്കൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. കാരണം അത് മനുഷ്യർ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ഫോട്ടോഗ്രാഫ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ ചന്ദ്രൻ ഇവിടുന്ന് കാണുന്ന വട്ടമല്ല അവിടെ ചെല്ലുമ്പോൾ, നമ്മൾ ഈ തൊട്ടടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ 3 കാറുള്ള ഈ സാധനം ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഇളകുന്ന കല്ലുണ്ടെങ്കിൽ ഇത് മറിയും, കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ പതിയെ നമ്മൾ ആ മൂൺ ലാൻഡിങ്ങിന്റെ വീഡിയോ നോക്കിയാൽ മതി. ഒരു താഴെ എത്തിയിട്ട് അവിടെ നമുക്ക് മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, കാണണം ഡയറക്റ്റ്. ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല, കാരണം അവിടുന്ന് ഇവിടെ എത്താൻ സമയമെടുക്കും, 1.5 സെക്കൻഡോളം ഡിലേ ഉണ്ട്. ആ സമയം കൊണ്ട് ഇത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരവിടെ നോക്കി പതുക്കെയാണ് നിർത്തുന്നത്. നിർത്തുന്ന ഭാഗത്തെ മണ്ണിന്റെ ഉറപ്പ്, കല്ലിന്റെ പൊസിഷൻ, ചരിവ്, ഇതിൽ എന്തെങ്കിലും ഒരു അസസ്മെന്റിൽ പാളിച്ച പറ്റിയാൽ ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു, പിന്നെ അത് തിരിച്ചു വരില്ല. അപ്പോൾ അത്രയും റിസ്ക് ഉണ്ട്. അത് നമ്മളെക്കാൾ നന്നായിട്ട് അവർക്ക് അറിയാം ഇതിന്റെ ഓരോ റിസ്ക്കും. അപ്പോൾ ഈ എൻ്റെ 2 അടുത്ത സുഹൃത്തുക്കൾ താഴേക്ക് ഇറങ്ങി, ഇവർ വരുമെന്നറിയില്ല, എനിക്ക് വേറൊരാൾക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കോളിൻസിന്, ഞാൻ എപ്പോഴും കോളിൻസിന്റെ അവസ്ഥ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, മനുഷ്യരും കൂടിയാണല്ലോ ഇവർ. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഈ ഭാവനാശാലികളായ ആളുകൾ, 10,000-കണക്കിന് പ്രതിഭകളുണ്ടല്ലോ. ഇപ്പോൾ മലയാളത്തിലൊരു പഴയൊരു കവിത തന്നെ ഉണ്ടല്ലോ, അജ്ഞാതരായ ശാസ്ത്രകാരന്മാരെ കുറിച്ചിട്ടുള്ള, നമ്മളെ കല ഉണ്ടാക്കിയ ആള്, ഓരോ കത്തി ഉണ്ടാക്കിയ ആള്. അതുപോലെ തന്നെയാണല്ലോ ഇതിന്റെ പിന്നിലുള്ള ആളുകളെ എവിടെയെങ്കിലും ആദരിക്കപ്പെടുന്നുണ്ട്, അവരറിയപ്പെടുന്നുണ്ട് ശമ്പളത്തിനപ്പുറത്തേക്ക്. അത് പിൻ പോയിന്റ് ചെയ്യാൻ പാടുമാണ്. ഇത് അൺക്രെഡിറ്റഡ് ആയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ, ഒരാളല്ലല്ലോ അല്ലേ, ഒരുപാട് പേര്. ഒറ്റയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ഒരുപാട് തലച്ചോറുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവൂ. അതും ആദ്യമൊക്കെ ചിലപ്പോൾ ഒരു മോഹ പദ്ധതി മാത്രമായിരിക്കും, പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതെ, അത് കൺവിൻസ് ചെയ്യാനും പാടാണ്. ആ ആശയം പിന്നെ മാറും ചിലപ്പോൾ. അതായത് ഒരു ഭയങ്കര ചിലവുമുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് അയക്കുന്ന ലോഞ്ച് ചെയ്യുന്ന ഒരു സംഗതിയിൽ 1 കിലോഗ്രാമിന്റെ ഭാരം കൂടുതൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 കമ്മിറ്റി ചിലപ്പോൾ പാസ്സാക്കേണ്ടി വരും ആ തീരുമാനം. കാരണം 10,000-കണക്കിന് ഡോളറാണ് 1 കിലോ മുകളിലേക്ക് പൊക്കാൻ പിന്നെ ചിലവ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഒരു നട്ട് പോലും ഒരു വലിയ കമ്മിറ്റി ഡിസിഷൻസിന്റെ രൂപത്തിലൂടെ കയറി വരാതെ മാറ്റിയിടാൻ പറ്റത്തില്ല. അപ്പോൾ അത് അത്രയും അധികം സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സ്പെസിഫിക് ആയ ഒരു കണ്ടെത്തൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ലായിരിക്കും, പിന്നീടുള്ള നിലയിലായിരിക്കും. ഒരു ISS-ലെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ ചൈനയുടെ സ്പേസ് സ്റ്റേഷനിലെ കണ്ടെത്തൽ. പക്ഷേ ഇതിന്റെ നേട്ടങ്ങൾ നേരിട്ട് അവർ വിശകലനം ചെയ്യുന്നുണ്ടാവില്ലേ ഓരോ രാജ്യവും? തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ
ഒരു അറിവാണ് കണ്ടെത്തുന്നത്. ഇപ്പോൾ ഒരു ചെടി വളരുന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് നാളെ വേറൊരു കൃഷിയിലായിരിക്കും ചിലപ്പോൾ ഉപയോഗപ്പെടുന്നത്. അവർ ചെയ്യുന്നത് ഞങ്ങൾ സ്പേസിൽ പോയി പഠിച്ച കാര്യം ഉപയോഗിക്കുന്ന മട്ടിലല്ല, ചെടി വളരുന്നതിനെ കുറിച്ചുള്ള ഇന്ന അറിവ് ഇന്ന സ്ഥലത്തുണ്ട്, അത് ചിലപ്പോൾ എവിടുന്ന വന്നൊന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അങ്ങനെ എനിക്കത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജികളും അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു മെഡിക്കൽ ഇമേജിങ് ടെക്നോളജിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് എക്സ്റേ കണ്ടുപിടിച്ച ആളിൻ്റെ വികാരം, അതിൻ്റെ പേര് എക്സ്റേ എന്ന് വന്നതിന് തന്നെ അത് എന്താ സമയത്ത് മനസ്സിലാവുന്നതുകൊണ്ടാണ് റോൺജൻ അതിന് എക്സ് റേ എന്ന് പേരിടുന്നത്. പുള്ളി വേറൊരു കാര്യം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പ്രകൃതിയെ കുറിച്ചിട്ടുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറൽ പൊതുവെ നമ്മൾ അങ്ങനെ ഇത് ആരാണ് എന്തിനു വേണ്ടിയാണ് കണ്ടുപിടിച്ചതെന്ന് അന്വേഷിക്കത്തില്ല. ആ അറിവ് നമ്മളങ്ങ് ഉപയോഗിക്കുകയാണ്, അവൈലബിൾ അറിവ്. അങ്ങനെയാണ് പൊതുവെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ മാറ്റി മറിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇവര് അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഏകാന്തതയൊക്കെ കടന്നു വന്നാൽ അവർ അനുഭവിക്കുന്ന ഒരു ദാർശനിക പ്രശ്നമാണ്. അതായത് ഇപ്പം സാധാരണ ഒരു മനുഷ്യന് കീഴടക്കാൻ ഒരു സ്പേസ് ഉണ്ടാവില്ല. സ്പേസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകണം, വലിയ കുന്നുമ കയറണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി നേടണം. നമുക്ക് ഈ ഭൂമിക്ക് അപ്പുറത്തുള്ളതാണല്ലോ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോൾ ആർ രാമേന്ദ്രൻ ഒരു കവിത ഉണ്ട് ദൈവത്തിനെ കുറിച്ച്. ദൈവത്തിന് എന്ത് വേണമെങ്കിലും അവിടെ കിട്ടുമല്ലോ. അപ്പോൾ ആശയില്ലാണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിരസത ഉണ്ടാവും. അപ്പോൾ ഇവരിപ്പോൾ ഇതൊക്കെ കടന്ന് ഇപ്പോൾ ഒരു വ്യക്തി തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായൊരവസ്ഥ, അതിനെ പറ്റി പഠനങ്ങൾ ഉണ്ടായിട്ടോ? അതെന്താ? ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അതിനെപ്പറ്റി. പക്ഷെ അതൊരു പൊതുവിൽ ആളുകൾ ഭയങ്കര ത്രില്ഡായിട്ടാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. തിരിച്ചു വന്നിട്ട് ഇവര് പൊതുവിൽ നാസയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ആസ്ട്രോണോട്സിനെ തിരിച്ചു വന്നിട്ട് ഇവരിത് ഈ ആസ്ട്രോണോട്സ് ഒരു സ്റ്റാർഡം ഉള്ള ആൾക്കാരാണ്. യങ് ജനറേഷനെ ഇൻസ്പയർ ചെയ്യാനും പബ്ലിക് എന്താണ് കോൺഫിഡൻസ് സ്പേസ് മിഷൻസിൽ ഉണ്ടാക്കാനുമാണ് പൊതുവെ ഇവരെ ഉപയോഗിക്കുന്നത്. ഇവരെല്ലാം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെ കൊണ്ട് സ്കൂളുകളിലേക്ക് അയക്കുക, ഇതൊരു ഭയങ്കര ഒരു നോൺ പ്രാക്ടീസാണ്, അവർ ചെയ്യുന്നതാണ്. ഇവർ പെട്ടെന്ന് ആൾക്കാരെ കയ്യിലെടുക്കും. ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് ക്വാളിറ്റീസ് വെച്ച് സ്ക്രീൻ ചെയ്ത് തരുന്ന ആൾക്കാരാണ്. അത് ഇതും കൂടെ ചേർത്തിട്ടാണ്. കാരണം നാളെയും സ്പേസിലേക്ക് റിസർച്ച് ഫണ്ട് വരണം, അതിന് ആളുകൾക്ക് സ്പേസ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് അറിയണം. അത് നമ്മളെപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരു ആസ്ട്രോണോട്ടിനെ കണ്ട് സംസാരിക്കുന്ന കുട്ടിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അയാളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്ലാൻ തന്നെ മാറും. ഇപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയുടെ ആ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ നെൽസൺ മണ്ടേല ചെയ്തൊരു കാര്യമുണ്ട്. അവരുടെ എല്ലാവരാലും പഴിക്കപ്പെട്ട് കിടന്ന ആ റഗ്ബി ടീമിനെ പുള്ളി വിളിച്ചു വരുത്തി, എൻ്റെ ക്യാപ്റ്റനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇവരെ ബസ്സിൽ കയറ്റി നാട്ടുംപുറങ്ങളിലൂടെ ഉൾപ്പെടെ ഇങ്ങനെ പിള്ളേരോടൊപ്പം റഗ്ബി കളിക്കാൻ വിടുകയാണ്. ആ ഒരു പിന്നെ ഈ ആളുകളെ കണ്ടപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഇവരുടെ അടുത്തൊക്കെ ഒരു അടുപ്പം വരികയും പബ്ലിക്കിൻ്റെ കോൺഫിഡൻസ് കണ്ടപ്പോൾ പ്ലേയേഴ്സിന് കോൺഫിഡൻസ് വരികയും അങ്ങനെ ഇവർ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് രാജ്യം ആദ്യമായിട്ടൊരു റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ ജയിക്കുകയും ചെയ്യുമ്പോൾ വരുന്നൊരു മണ്ടേലയുടെ ഒരു പ്ലാനാണ്. അത് ഇൻവിക്ടസ് എന്ന് പറഞ്ഞിട്ട് ക്ലിന്റ് ഈസ്റ്റ്വുഡ് ആ അതിന് സിനിമയായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. ഇതൊരു വലിയൊരു സയൻസിനെയും സൊസൈറ്റിയെയും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൂളാണ്. അപ്പം ഇവരുടെയൊക്കെ ലൈഫ് ആ രീതിയിൽ ഒരു പക്ഷേ അപ്പോൾ അതിൽ ഒരു ഫുൾഫിൽമെൻറ്റ് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കാരണം സ്പേസിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ വേറൊരു രീതി കണ്ട മനുഷ്യരാണ്. അവർക്ക് വ്യത്യസ്തമായ ആസ്വാദനമായിരിക്കും ഉണ്ടാവുക. അതെ അതെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പോളോ 13 എന്ന് പറഞ്ഞ മിഷൻ, അതും ഒരു സിനിമയായിട്ടുണ്ട്. ടോം ഹാങ്ക്സ് ആണ് അതിനകത്ത് ജിം ലോവലായിട്ട് അഭിനയിക്കുന്നത്. അതിനകത്തൊരു സീനുണ്ട്. അത് ഈ ചന്ദ്രന് ചുറ്റും ചെന്ന് കറങ്ങുമ്പോൾ ഈ നായകൻ തള്ളവരിൽ വെച്ച് ഭൂമിയെ ഇങ്ങനെ മറയ്ക്കും. സൂര്യനെ അങ്ങനെ ആ മറയ്ക്കുന്നൊരു ഭൂമിയെ പൂർണ്ണമായിട്ട് മറക്കാൻ പറ്റില്ല. പക്ഷെ ഇതുപോലൊരു നമ്മുടെ മുഴുവൻ ലോകം, നമുക്കറിയാവുന്ന മുഴുവൻ ചരിത്രത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ലോകമാണ്. അതിനെ നമുക്കിങ്ങനെ മറക്കാൻ പറ്റുക എന്നാണ്. അതൊരു വലിയൊരു അതൊക്കെ ഒരു സ്പിരിച്വൽ അനുഭവം തന്നെ ആയിരിക്കണം. അപ്പം അതൊക്കെ ഒരു ചെറിഷ് ചെയ്യുന്നുണ്ടാവും അവർ വരുന്നത്. അത് ചോദ്യം തന്നെ ഞാനൊന്ന് അതിനെക്കുറിച്ച് വായിക്കണം. ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങൾ പലപ്പോഴും രാജ്യങ്ങളുടെ വലിപ്പമോ സാമ്പത്തിക ശക്തിയോ എന്നുള്ള വ്യത്യാസം ഇല്ലാതെയും നടക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ ഇസ്രായേൽ വളരെ ചെറിയ രാജ്യം, എനിക്കൊന്ന് സാമ്പത്തിക അടുത്തറിയും ഒരു കാലത്ത് ഇന്ത്യ പോലെയൊക്കെ തന്നെ ആയിരുന്നിരിക്കും. ഇസ്രായേൽ പുതിയ കാലത്ത് ഇപ്പോൾ അയൺ ഡോം പോലെ കണ്ടുപിടിക്കുന്നു. മറ്റ് ശാസ്ത്രമേഖല വ്യത്യസ്തമാണെങ്കിൽ നമ്മളെപ്പോലെ രാജ്യങ്ങൾ ഈ മൂന്നാം ലോക രാജ്യം എന്നുള്ള സ്വഭാവത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും അങ്ങനെയുള്ള നിലയിലേക്ക് പോകാൻ പറ്റാത്തത് എന്തായിരിക്കും? ഈ വ്യത്യസ്തമായ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കോ പുതിയ മുന്നേറ്റങ്ങളിലേക്കോ? അതിന് പല ഘടകങ്ങളുണ്ടാവും. ഓരോരുത്തർ രാജ്യങ്ങളുടെയും പോളിസികൾ ഡിഫറൻ്റ് ആണ്. എന്തിനാണ് നമ്മൾ ഇപ്പോൾ ഈ ഇസ്രോയിലൊക്കെ ജോലി ചെയ്യുന്നവരോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു മിഷൻ കൺസീവ് ചെയ്തിട്ട് ഇതിന് പാർലമെന്റിന്റെ അംഗീകാരം നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം ഈ സ്പേസിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവരായിക്കൊള്ളണമെന്നില്ല പൊളിറ്റീഷ്യൻസ്. അപ്പോൾ അവരെ ഇതിന്റെ പ്രാധാന്യം കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടഫ് ടാസ്ക്കാണ്. ഇവിടെ മാത്രമല്ല, ജനാധിപത്യമുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. കാരണം ഇതിനെ
ഫണ്ട് വരേണ്ടത് ഒരു ഗവൺമെന്റിൽ നിന്നാണല്ലോ. ഈ ഗവൺമെന്റിന് ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും ആളുകളുടെ ഭാഗത്ത്. ആളുകൾ കൺവിൻസ്ഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഒരു പക്ഷേ ഈ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഡിസിഷൻ പോലും അതിന്റെ പുറത്താണ്. കാരണം അവർക്കൊരു ഇത്ര ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അവർക്ക് നേരിട്ട് അതിന്റെ ഔട്ട്കമ്മിനെ കുറിച്ച് അവർ കൺവിൻസ്ഡ് ആണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും. അപ്പം അങ്ങനെയുള്ള പല ഡിഫറൻസും കൊണ്ടാണ് പലപ്പോഴും ചെയ്യാത്തത്. ഇപ്പം UAE-ക്കും ഒക്കെ സ്പേസ് പ്രോഗ്രാമും സ്പേസ് പോയ ആൾക്കാരും ഒക്കെ ഉണ്ട്. ചൈനയാണ് ഈ കൂട്ടത്തിൽ വേറെ ആരുമായിട്ട് സഹകരിക്കാതെ സ്വന്തം നിലയ്ക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഈ മുമ്പ് ആനന്ദിന്റെ ആത്മകഥയിൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു കഥ, മൂപ്പർക്ക് പുറത്തുനിന്ന് ഒരു കമ്പ്യൂട്ടർ USSR എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സമ്മാനമായിട്ട് കിട്ടി. സമ്മാനമായൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അത് കൊണ്ടുവന്ന സമയത്ത് എയർപോർട്ടിൽ തടഞ്ഞു വെച്ചു. എന്നിട്ട് ഇത് എന്താണ് സാധനം, അത് പരിശോധിക്കണം. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു അത് കുഴപ്പമുള്ളതല്ല. അപ്പോൾ അവർ ഇത് ഇതിനകത്തെന്താണെന്ന് മനസ്സിലാവാണ്ട് വിടാൻ പറ്റില്ല. എന്നിട്ട് ഇത് പരിശോധിക്കാനുള്ള സംവിധാനം നമ്മളെടുത്തില്ല. എന്നിട്ട് ഇത് വാങ്ങിച്ച് അവർ കൊണ്ടുപോയി ആഴ്ചകളോളം വെച്ചിട്ട് ആണ് അയാൾ കയ്യിൽ കൊടുത്തേക്കുന്നത്. ശരിക്കും അന്നല്ല കേട്ടോ, ഇന്നും പലപ്പോഴും നടക്കുന്നത്. ഞാനൊക്കെ ഈ റിസർച്ചിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്കൊക്കെ ചില സയന്റിഫിക് എക്യുപ്മെന്റ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഇതിന്റെ ഈ കസ്റ്റംസിനെയൊക്കെ കൺവിൻസ് ചെയ്യാൻ ഇത് എന്തിനുള്ളതാണെന്ന് കൺവിൻസ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നിട്ട് പോലും കൺവിൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് സ്വാഭാവികമാണ്. കാരണം ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു സംഗതിയാണ്. സാധാരണ മനുഷ്യർക്ക് അത് കാണേണ്ടി വരില്ല, അതുകൊണ്ട് അവർക്ക് ഇത് പരിചയം ഉണ്ടാവില്ല. അപ്പൊ ആ ഉദ്യോഗസ്ഥരുടെ ജോലി എന്ന് പറയുന്നത് ഇതിന്റെ സേഫ്റ്റി ഉറപ്പിക്കാവുന്നതാണ്. അപ്പം എന്താണെന്ന് അറിയില്ല എന്ന് ഞാൻ ഡീഫോൾട്ട് അസംഷൻ സേഫ് അല്ല എന്നാണ്. അത് ബോധ്യപ്പെടുത്തുന്നവരെ വിടില്ല. അപ്പം ആനന്ദിന്റെ കഥയിൽ തില്ലും അതിനകത്തൊരു അതിശയോക്തി കാണേണ്ടതില്ല. മറ്റൊന്ന്, ഈ പുതിയ കാലത്ത് നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി സാമൂഹികമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ ശാസ്ത്രം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ശാസ്ത്രബോധത്തിൻ്റെ അഭാവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പല കാര്യങ്ങളും, ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ മിഷൻ കഴിഞ്ഞിട്ടും ആ മിഷൻ്റെ വിജയം അല്ലെങ്കിൽ ആ മിഷൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചോ അതിൻ്റെ ശാസ്ത്രീയ അടിത്തറയെക്കുറിച്ചോ ചർച്ച ചെയ്ത് വരുമ്പം തന്നെ ആദ്യം പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ സുനിത വില്യംസ് കൊണ്ടുപോയ ഭഗവത്ഗീത അല്ലെങ്കിൽ അവിടെ ഗണപതിയുടെ വിഗ്രഹം, അങ്ങനെയുള്ള നിലയിൽ ഇത് വഴിതിരിച്ച് വിടുന്നതാണോ അങ്ങനെ വിടപ്പെടുന്നതാണോ, എന്താ സംഭവിക്കുന്നത്? വഴിതിരിച്ച് വിടുന്നവരുണ്ടാവാം. പക്ഷെ ആരെങ്കിലും അങ്ങനെ ബോധപൂർവ്വം വഴിതിരിച്ച് വിടാതെ തന്നെ ചർച്ചകൾ അങ്ങോട്ട് തെന്നി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ്റെ ഒക്കെ പ്രത്യേകത കൊണ്ട് തന്നെ നമ്മൾ അതിനെ അങ്ങനെ രണ്ടായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം, ക്ലാസ്സിൽ പഠിക്കേണ്ടത് ക്ലാസ്സിൽ മാത്രം, അതിന് വെളിയിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പലപ്പോഴും ടീച്ചേഴ്സ് പോലും വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് ഒരു നടപ്പ് രീതി നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ മാത്രം പ്രശ്നമല്ല. അത് എടുത്തു പറയണം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ സയന്റിസ്റ്റുകൾക്ക് മാത്രമാണ് അന്ധവിശ്വാസം ഉള്ളതെന്ന നാട്ടിൽ അന്ധവിശ്വാസം വളരെ വളരെ സർവ്വസാധാരണമായി കാര്യമാണ്. അതായത് മനുഷ്യന് പ്രധാനമായിട്ടും ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകളാണ് അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതയും അതിൽ കൺട്രോൾ ഇല്ല എന്നുള്ളൊരു ടെൻഷനും, വേറെ ആരോ കൺട്രോൾ ചെയ്യുന്നു, കൺട്രോൾ ഉണ്ട്. അത് എവിടെയാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഒരു കൺട്രോൾ ഫീൽ ചെയ്യുന്ന എന്തും, അതൊരു ചരടാകാം, അല്ലെങ്കിൽ ഒരു ലക്കി ഷർട്ടാകാം, ലക്കി ജേഴ്സിയോ ലക്കി ഷൂസോ ലക്കി സോക്സോ, അങ്ങനെ എന്ത് വേണോ ആവാം. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. പല സ്പോർട്സ് താരങ്ങൾക്ക് ലക്കി സോക്സ് ഉണ്ട്. മറ്റേ ജെമിനി എന്ന മിഷനാണെന്ന് എനിക്ക് തോന്നുന്നു. നാസയിൽ ഒരു അന്ധവിശ്വാസമുണ്ട്. സ്പേസ് മിഷന് വേണ്ടി ഒരു കപ്പലണ്ടി ലക്കി പീനട്സ് എന്നാണ് വിളിക്കുന്നത്. അത് അവരവിടെ ഉപയോഗിക്കും. അത് ആ മിഷന്റെ സമയത്ത് അത് ഉപയോഗിക്കാം. യൂറി ഗഗാറിൻ തുടങ്ങി വെച്ചൊരു സംഗതിയുണ്ട്. സ്പേസ് ക്രാഫ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ബസ്സിലാണല്ലോ കൊണ്ടെത്തിക്കുക. ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ബസ്സിന്റെ ബാക്കിലത്തെ ലെഫ്റ്റ് ടയറിൽ മൂത്രം ഒഴിച്ചിട്ട് കയറുക. ഇത് റഷ്യയിൽ കുറെ കാലം അതിന്റെ ഒരു പിന്തുടർച്ച ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല. തേങ്ങ അടിക്കുന്നതും ഹാരം തോക്കും നമ്മുടെ നാട്ടിലുള്ളത് മാത്രം നമ്മൾ അറിയുന്നേ ഉള്ളൂ. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യം. വിഷ്ഫുൾ തിങ്കിങ് ആണ് ഇതിലേക്ക് നയിക്കുന്നത്. ശരിക്കും സിമ്പിൾ ലോജിക്ക് നോക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സുനിത വില്യംസിന്റെ മടങ്ങി വരവ് വാർത്തയാകുന്നത് സുനിത വില്യംസ് അവിടെ കുറെ നാള് ഡിലേഡ് ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അതിന് മുമ്പ് 2 തവണ പോയിട്ടുള്ള ആളാ. അന്ന് ഈ വാർത്ത കിട്ടിയിട്ടില്ല. അവർ 8ാം ദിവസം മടങ്ങി വരാൻ പ്ലാൻ ഇട്ടു. 280 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. ആ സമയത്ത് മറ്റ് കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റുകളൊക്കെ അതിനകത്ത് വന്നു. ഒരു വാർത്താ പ്രാധാന്യം. അപ്പോഴാണ് നമ്മൾ സുനിത വില്യംസ് കൊണ്ടുപോയതിനെ കുറിച്ച് സംസാരിക്കുന്നത്. സുനിത വില്യംസ് മടങ്ങി വന്നപ്പോൾ ഗണേശ ഭഗവാൻ നന്ദി പറഞ്ഞപ്പോൾ സംസാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, മടങ്ങി വന്ന സുനിത വില്യംസ് ഇന്ന് വരെ പുറത്ത് ആരോട് സംസാരിക്കില്ല. നമ്മൾ അതൊക്കെ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം സുനിത വില്യംസിന് അങ്ങനെ വിശ്വസിച്ചാൽ പോലും അത് നമ്മുടെ വേറെ ക്വസ്റ്റ്യനാണ്. അത് നമ്മുടെ പ്രശ്നമല്ല, ശാസ്ത്രത്തെ ബാധിക്കുന്ന കാര്യമല്ല. അതായത് ഇത് ഇപ്പോൾ സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത്, സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സിൻ്റെ ഒരു രീതിയാണ്. നമ്മളൊരു രീതിയിൽ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് പല വിഷയങ്ങളിലും പല രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു ഡോക്ടർ, ഒരു സർജൻ ഒരു സർജറി ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന സ്വന്തം മോളാണെങ്കിൽ ചിന്തിക്കുന്നത് വേറെയാണ്. വേറെ വിഷയങ്ങൾ അതിനകത്ത് കടന്നു വരും, വൈകാരിക പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അത് നമുക്കറിയാം. സിനിമയിലൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ഉദാഹരണം, ഒരേ സിറ്റുവേഷൻ അല്ലേ. മകൾക്കും ഒരു
ഒരേ സർജറിയാണ്, വേറൊരു പേഷ്യൻറ്റിന് സെയിം സർജറി ആണെങ്കിൽ അയാൾക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വൈകാരിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ തോട്ട് പ്രോസസ്സ് നമ്മുടെ ഒരുപാട് കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ പല രീതിയിലാണ് പല പ്രശ്നങ്ങളെയും സമീപിക്കുന്നത്. സുനിത വില്യംസ് സ്പേസ് ക്രാഫ്റ്റ് റിപ്പയർ ചെയ്യുന്നതിലോ കമാൻഡ് ചെയ്യുന്നതിലോ ലോഞ്ചിന് തയ്യാറെടുക്കുന്നതിലോ ഒക്കെ പക്ക സയന്റിഫിക് ടെമ്പർ കാണിച്ചെന്ന് വരാം. വേറൊരു വിഷയത്തിൽ ചിലപ്പോൾ അവരുടെ മക്കളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അവർ വേറൊരു രീതി ചിന്തിച്ചു വരാം. ഇപ്പോൾ കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം കിട്ടിയ ഒരു ലിനസ് പോളിംഗ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പീസിന് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്, സയൻസിനും നോൺ സയൻസിനും നോബൽ പ്രൈസ് കിട്ടിയ ഒരാളാണ്. അദ്ദേഹം വൈറ്റമിൻ സി എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണെന്ന് കരുതിയിരുന്ന ഒരു സ്യൂഡോ സയൻസ് വിശ്വസിച്ചിരുന്ന ആളാണ്. അപ്പം ഇതൊന്നും ഒരു തീരെ അസ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. മനുഷ്യർക്ക് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ഇല്ലാതാകാനൊന്നും പോകുന്നില്ല. അത് കാലഘട്ടം മാറുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകാം എന്നേ ഉള്ളൂ. അത് ഇപ്പം അടുത്ത കാലത്താണ് ഒരു വാർത്ത കോഴിക്കോട് ഭാഗത്ത് നിന്ന് വന്നത്. അതായത് കുട്ടീനെ പ്രസവിക്കുന്നത് ഒരു വാർത്തയാണ്. അപ്പോൾ ഇത് ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രസവം പോലും സ്വന്തം വീട്ടിൽ യൂട്യൂബ് നോക്കി ചെയ്യുന്ന ദൈവവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ചെയ്ത് അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള മാറുന്നൊരു സാഹചര്യം വരെ എത്തുകയാണ്. അത് ഇത് നമ്മളെങ്കിലും ഒരു അൺസയന്റിഫിക് ഐഡിയ നമ്മൾക്ക് അറിഞ്ഞൂടാത്തോണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാത്തത്. അത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ അത് കൊള്ളാൻ തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യും. ഇത് ആളുകളിലേക്ക് ഈ നമ്മുടെ നിലവിലെ സാഹചര്യ ആളുകളിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക ശാസ്ത്രബോധം ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതിൻ്റെ അനിവാര്യത അത് ബോധ്യപ്പെടുത്താൻ ഭരണകൂടം പരാജയപ്പെടുന്നതാണോ? ഭരണകൂടം എന്ന് പറയുന്നത് നമ്മൾ തന്നെയല്ലേ? അതെ, നമ്മളിൽ നിന്നാണല്ലോ ഇവരൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മളൊരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 3.5 കോടി മനുഷ്യർക്ക് 140 MLA മാരെന്ന് പറയുമ്പോൾ ഒരു MLA ഒരു 2.5 ലക്ഷം മനുഷ്യരെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു MLA തോട്ട് മാറണമെങ്കിൽ 2.5 ലക്ഷം ആൾക്കാരുടെ തോട്ട് മാറണം. അപ്പൊ അങ്ങനെ ഇത്രയും പേരും മാറിയാൽ മാത്രമല്ലേ നമുക്ക് അതൊക്കെ ഒരു പോളിസിയിലേക്കൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യം. അപ്പോൾ അതൊക്കെ വിഷ്ഫുൾ തിങ്കിങ് ആണ്. നമ്മൾ ഉത്തരവാദിത്വം ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അവർ ശരിയായിട്ട് സയന്റിഫിക് ടെമ്പർ വിചാരിക്കാത്തതുകൊണ്ടാണ് ആളുകൾക്ക് സയന്റിഫിക് ടെമ്പർ വരാത്തതെന്ന് വിചാരിക്കുന്നത്. നമുക്കൊരു ബ്ലെയിം ഷിഫ്റ്റിങ് മാത്രമേ ഉള്ളൂ. നമ്മളൊരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടോ അല്ലാതെയോ ഇത് പരമാവധി നമ്മുടെ ഒരു കൾച്ചറിൻ്റെയും നമ്മുടെ ഒരു സോഷ്യൽ ഔട്ട്ലുക്കിൻ്റെ ഒക്കെ ഭാഗമാക്കുക മാത്രമേ ഇതിനകത്ത് പരിഹാരമുള്ളൂ. നമുക്ക് വിശദമായി മറ്റൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. നമ്മൾ സ്പേസിലാണല്ലോ പ്രധാന ചർച്ച തുടങ്ങിയത്. അപ്പോൾ ഈ സ്പേസിൽ അവസാനത്തെ ഒരു ചോദ്യം, ഇനി ഒരു വലിയ സംഭവം എന്തായിരിക്കും? ഏത് മട്ടിലാണ് ഇത് മുന്നോട്ട് പോവുക? ഇനി ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് നമ്മൾ മാഴ്സിൽ പോകുന്നത് തന്നെയായിരിക്കും. കാരണം ഇനി ഒരു ന്യൂസ് ഹെഡ്ലൈൻ ആകാൻ പോകുന്നത്. ബാക്കിയൊക്കെ ടെക്നോളജിക്കലി ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കും. ശരിക്കും നമ്മുടെ ലോഞ്ചിങ്ങിലൊക്കെ ഉള്ള നമ്മുടെ സാങ്കേതികതയുടെ പുരോഗതി മറ്റ് സാങ്കേതിക ഭാഗങ്ങളിലുള്ള പുരോഗതി അപേക്ഷിച്ച് സ്ലോ ആണ്. എനർജി മാനേജ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് ബ്രേക്ക് നമ്മൾ നോക്കിയാൽ മതി. നമ്മളൊരു 10-15 കൊല്ലം മുമ്പ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ഒരാഴ്ചയിലൊരിക്കൽ ചാർജ് ചെയ്താൽ മതി. ഇന്ന് മൊബൈൽ ഫോൺ സാങ്കേതിക വിദ്യ കണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അഡ്വാൻസ് ആയി. സ്മാർട്ട് ഫോണായി, 5G ആയി. പക്ഷെ അതിന്റെ ബാറ്ററി ലൈഫ് കുറഞ്ഞിട്ടേ ഉള്ളൂ. ഉച്ചയാകുമ്പോൾ ചാർജ് തീരും. അതെ, അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ബാറ്ററി വീക്കായതല്ല, ഈ എനർജി യൂസ് കൂടി. അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ബാറ്ററിയിലുള്ള ഡെവലപ്മെന്റിന് പറ്റിയില്ല. അതുകൊണ്ടാണ് സംഭവം. അപ്പം നമുക്ക് ഇനിയും അങ്ങോട്ട് ബ്രേക്ക് ത്രൂ കിട്ടാത്ത കുറേ മേഖലയുണ്ട്, ലോഞ്ച് അങ്ങനെ. പക്ഷെ അതിലൊന്നും വരുന്ന ബ്രേക്ക് ത്രൂസ് ഒരു പക്ഷേ വലിയൊരു വാർത്ത ഇങ്ങനെ ആയിക്കോളുന്നില്ല. കാരണം ഒരു പുതിയ സംഗതി വന്നു, അതുകൊണ്ട് ലോഞ്ച് സ്പീഡ് ഇത്ര കൂട്ടാം അല്ലെങ്കിൽ ത്രസ്റ്റ് ഇത്ര കൂട്ടാം, അതൊരു വാർത്തയിൽ വായിക്കാൻ സാധ്യതയില്ലല്ലോ ആൾക്കാർ. പക്ഷെ മനുഷ്യൻ ആദ്യമായിട്ട് മാഴ്സിൽ ചെന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ വൻ വാർത്തയായിരിക്കും. അന്നും അത് ഫേക്കാണെന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. തമാശ എന്ന് പറയുന്നത് 1969 വീഡിയോ ഫേക്കാണെന്ന് പറയുന്ന ആൾക്കാർ, 69 ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്നിറങ്ങുന്ന വീഡിയോ ഒറിജിനലാണെന്ന് ഷെയർ ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു വൈരുദ്ധ്യത്തിന്റെ കാലത്തോടെയാണ് ജീവിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് ഒരു എന്താ പറയുക സമ്പന്നമായ ഒരു ഇൻ്റർവ്യൂ ആണ് ശരിക്കും. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാണ്. വൈശാഖൻ തമ്പിയുടെ ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം എനിക്കൊന്ന് ദിവസം ഇല്ലെങ്കിലും ആഴ്ചയിലൊന്നെങ്കിലും ഒരു വീഡിയോ ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയാൽ ഗംഭീരമായ വീഡിയോകൾ കാണാം. അതുകൊണ്ട് ഇത്രയും നേരം ഇങ്ങനെയെങ്കിലും നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ടോക്ക് ഷോയുടെ മറ്റൊരു എപ്പിസോഡുമായി അടുത്ത തവണ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.